ബഹുമാന്യനായ അധ്യക്ഷൻ, സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചെയർമാൻ വി എസ് ബാലേന്ദ്രൻ സർ, ഇന്നത്തെ പുസ്തക പ്രകാശനം നടത്തുന്ന ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സർ, പുസ്തകം ഏറ്റുവാങ്ങുന്ന ചെറിയാൻ ഫിലിപ്പ് സർ, അതുപോലെ തന്നെ രണ്ടാമത്തെ പുസ്തകം ഏറ്റുവാങ്ങുന്ന ജിജി തോമസൻ സർ, പുസ്തകം ഏറ്റുവാങ്ങുന്ന ശ്രീ ആൻ്റണി തോമസ്, ഇവിടെ എത്തിയിട്ടുള്ള മറ്റു ബഹുമാന്യ വ്യക്തികളെ, അതുപോലെ തന്നെ ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരനായ ഡോക്ടർ ഡാർലി കോശി സാർ, അതേപോലെ ഈ ചടങ്ങിൽ ഇതിലൂടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും ഈ ചടങ്ങിലേക്ക് ആദ്യമായി ഒറ്റ വാക്കിൽ സ്വാഗതം. നമുക്കറിയാം, ഭാരതീയ സമാജിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ, ഭാരതീയ സമാജിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ പി എസ് ബാലേന്ദ്രൻ സാർ കാഴ്ചവെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെയാണ് സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ കഴിഞ്ഞ 2 കൊല്ലമായി സദ്ഭാവന ട്രസ്റ്റിനെ അദ്ദേഹം നയിച്ചു വരുന്നതും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളും. ഈ 2 വർഷത്തിനുള്ളിൽ ഏകദേശം 500-ൽ പരം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും അഭിമാനമുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നതുകൊണ്ടും അങ്ങനെ ഒരു ചിന്താശക്തിയുള്ള വ്യക്തി നമ്മളെ നയിക്കുന്നത് കൊണ്ടുമാണെന്ന് നിസ്സംശയം നമുക്ക് ഏവർക്കും പറയാനാകും. നമ്മുടെ സ്വപ്നമെന്ന് പറയുന്നത് തന്നെ അടുത്ത ഈ ഒരു വർഷം കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധീകരണശാലയായി മാറുക എന്നുള്ളതാണ് സദ്ഭാവന ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സ്വപ്നം. അതിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ നടന്നെടുക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. ആ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് ചെയർമാൻ നൽകുന്നതും നമ്മുടെ ടീം അത് വെച്ചു പുലർത്തുന്നതും. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്ന ഞാൻ ഏവർക്കും പ്രിയങ്കരനായ സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചെയർമാൻ വി എസ് ബാലേന്ദ്രൻ സാറാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. ഈ പുസ്തകത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ അതുപോലെ തന്നെ വിശദീകരണം തരുന്നത് മറ്റൊരു പ്രതിഭാശാലിയാണ്. വൈജ്ഞാനിക സാഹിത്യത്തിലെ മഹാപ്രതിഭയായ ഡോക്ടർ M.R. തമ്പാൻ സാറാണ്. തമ്പാൻ സാറാണ് സദ്ഭാവന ട്രസ്റ്റിന് നട്ടെല്ലെന്ന് തന്നെ നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൂടെയാണ് ഓരോ പുസ്തകവും കടന്നു പോകുന്നത്. ഇത്രയധികം പുസ്തകങ്ങൾ ഇത്ര വേഗം സദ്ഭാവന ട്രസ്റ്റിനെ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞത് തന്നെ അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് തന്നെയാണെന്നറിയാം. അദ്ദേഹം ഈ ചടങ്ങിൽ സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചീഫ് എഡിറ്റർ എന്ന നിലയിൽ അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡാർലി കോശി സാറിൻ്റെ ഓൾ ബൈ ഡിസൈൻ എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നത് നമ്മുടെ വിശ്വോത്തര ചലച്ചിത്രകാരനായ അടൂർ ഗോപാലകൃഷ്ണൻ സാറാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു ചടങ്ങിൽ നേരത്തെയും നമ്മുടെ സദ്ഭാവന ട്രസ്റ്റിൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ അദ്ദേഹം സംബന്ധിച്ചിട്ടുള്ളതാണ്. വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹം നമ്മളോടൊപ്പം പുസ്തക പ്രകാശന ചടങ്ങിൽ സംബന്ധിക്കുകയാണ്. അദ്ദേഹം ഈ ചടങ്ങിൽ എത്തുന്നത് അങ്ങേയറ്റം സന്തോഷകരമായ കാര്യമാണ്. കാര്യം അദ്ദേഹത്തെ പോലുള്ള പ്രതിഭ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം അഭിമാനവുമാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ശ്രീ ചെറിയാൻ ഫിലിപ്പ് സാറാണ്. അദ്ദേഹത്തെ പറ്റി നമുക്ക് പ്രത്യേകിച്ച് വിവരണം ആവശ്യമില്ല. രാഷ്ട്രീയത്തിലും സമൂഹത്തിലും സാമൂഹ്യ സേവന മേഖലയിലും വേറിട്ടൊരു വ്യക്തിത്വമാണ്. വ്യക്തമായ കാഴ്ചപ്പാടും അതുപോലെ തന്നെ വ്യക്തമായ ആശയങ്ങൾ വെച്ച് പുലർത്തുന്ന, അത് സധൈര്യം മുമ്പോട്ട് പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ചെറിയാൻ ഫിലിപ്പ് സാർ. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡാർലി സാറിൻ്റെ ദ ജെമിനി മാൻ എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ശ്രീ ജിജി തോമസൺ IAS അദ്ദേഹമാണ്. നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറിയാണ്. അതുപോലെ ബ്യൂറോക്രസിയിലെ ഏറ്റവും സമർത്ഥനായ ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ശ്രീ ആൻ്റണി തോമസ് ആണ്. അദ്ദേഹം എത്തിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. സദസ്സിലുണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് കയറിയിരിക്കണം. വന്നിട്ടില്ല. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം അടുത്ത റോട്ടറിയുടെ സൗത്ത് സോണിൻ്റെ ഇൻകമിംഗ് പ്രസിഡന്റാണ്. അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകനുമാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ചടങ്ങിന് ആശംസ അർപ്പിക്കുന്നത് പ്രൊഫസർ AG ജോർജ്. അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിലെ പ്രൊഫസറാണ്, പ്രഭാഷകനാണ്. അദ്ദേഹം ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നത്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിൽ സ്വാഗതം ചെയ്യുന്നു. ശ്രീ R. രഘുനാഥ്, അദ്ദേഹം റോട്ടറിയുടെ പഴയകാല ഗവർണറാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായി ആശംസ അർപ്പിക്കുന്ന ശ്രീ ബൈജു മാണി പോൾ. അദ്ദേഹം ഓണ്ടർപ്രണറാണ്. അതുപോലെ തന്നെ ഇൻഡ്വേ എന്ന സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അദ്ദേഹത്തെ സദസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്ത ഡോക്ടർ ഡാർലി കോശി സാറാണ്.
നമുക്ക് ഏവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്തൊക്കെയാണെന്ന്. ഒരു മലയാളി എന്നതിലുപരിയായി അദ്ദേഹം ഒരു മലയാളി എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യങ്ങളിലെല്ലാം തന്നെ എത്തിപ്പെട്ടിട്ടുള്ള വ്യക്തിത്വമാണ്. ദേശീയ അന്തർദേശീയ സ്ഥാനത്ത് സ്വന്തം സ്ഥാനമുറപ്പിക്കുകയും അതുപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ വികസന പ്രക്രിയയിൽ തൻ്റേതായ പങ്ക് വഹിച്ച് ഏറ്റെടുത്ത് നടത്തിയ എല്ലാ ജോലികളും വളരെ സമർത്ഥമായി മുന്നോട്ട് കൊണ്ടുപോവുകയും അതെല്ലാം രാഷ്ട്ര സേവനത്തിനായി മുതൽക്കൂട്ടായി വരികയും ചെയ്ത ഒരു പ്രസ്ഥാനത്തിൽ കൂടിയാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് ആദ്യമേ ഓൾ ബൈ ഡിസൈൻ എന്ന പുസ്തകത്തിൽ നമുക്ക് കാഴ്ചവെച്ചിരിക്കുന്നത്. അദ്ദേഹം ഇത്രയും കാലം 40-45 വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ അദ്ദേഹം കൂടുതലായും വർക്ക് ചെയ്തത് ഫാഷൻ അതുപോലെ തന്നെ ഡിസൈനിങ് മേഖലയിലായിരുന്നു. ആ മേഖലയിലുണ്ടായ ധാരാളം കാര്യങ്ങളാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ കൂടെ പറയുന്നത്. അദ്ദേഹത്തെ പറ്റി പറയാൻ അദ്ദേഹം ദേശീയ കൈത്തറി വികസന കോർപ്പറേഷൻ്റെ സ്ഥാപക ജനറൽ മാനേജറായിരുന്നു. ദേശീയ ഫാഷൻ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപക പ്രമുഖനാണ്. അഹമ്മദാബാദിലെ ദേശീയ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിരുന്നു. വസ്ത്ര സാങ്കേതിക നൈപുണ്യ മേഖലയിലെ ഡയറക്ടർ ജനറലാണ്. അന്തർദേശീയ ഡിസൈൻ കരകൗശല സ്ഥാപനങ്ങളുടെ ബോർഡ് മെമ്പർ ഒക്കെ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഓരോ സ്ഥാപനങ്ങളിലും അദ്ദേഹത്തിന് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ആ അനുഭവങ്ങളെല്ലാം കോർത്തിണക്കി ഒരു പുസ്തകമാക്കി നമുക്ക് തന്നിരിക്കുകയാണ്. ഇതാദ്യം ഇംഗ്ലീഷിൽ എഴുതിയ പുസ്തകമാണ്. അത് തർജ്ജമ ചെയ്തിട്ടുള്ളത് ശ്രീ DV സിറിൽ എന്ന അദ്ദേഹമാണ്. അദ്ദേഹം ആണ് ഈ പുസ്തകം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിനെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം ഇംഗ്ലീഷിൽ എന്താണ് ഉദ്ദേശിച്ചിരുന്നത് അതേപോലെ തന്നെ വളരെ ഭംഗിയായി മലയാളത്തിലും ഈ പുസ്തകം പ്രസന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സവിശേഷത. ഒരുപക്ഷെ ഇംഗ്ലീഷ് വായിക്കുന്നതിലും ഭംഗിയായി നമുക്ക് മനസ്സിലാക്കാനും നമ്മുടെ ഭാഷയിലായതുകൊണ്ടൂടെ ആകാം, പിന്നെ അദ്ദേഹത്തിൻ്റെ വാക്സാമർത്ഥ്യം കൊണ്ടും കൂടി ആവാം. മലയാളത്തിൽ ഈ പുസ്തകം വളരെ ഭംഗിയായി പ്രസന്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് അങ്ങേറ്റം സന്തോഷമുള്ള കാര്യമാണ്. ഈ അനുഭവങ്ങളെല്ലാം തന്നെ നമ്മുടെ ജനതയ്ക്ക് മുമ്പിൽ കാഴ്ചവെക്കുകയും അത് ജനങ്ങൾ മനസ്സിലാക്കണമെന്ന രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തതുകൊണ്ടാണ് സദ്ഭാവന ട്രസ്റ്റിന് ഈ പുസ്തകം ഏറ്റെടുത്ത് പ്രസിദ്ധീകരിക്കാൻ അങ്ങേറ്റം സന്തോഷം തോന്നിയത്. സദ്ഭാവന ട്രസ്റ്റ് അങ്ങേറ്റം സന്തോഷത്തോടുകൂടിയാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത പുസ്തകം, രണ്ടാമത്തെ പുസ്തകം ദ ജെമിനി മാൻ എന്നുള്ള പുസ്തകമാണ്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഓൾ ബൈ ഡിസൈനിൽ വെച്ച് നോക്കുമ്പോൾ അത് വളരെ വളരെ വ്യത്യസ്തമായ ഒരു പുസ്തകമാണ്. അദ്ദേഹം 70, 75, 76 കാലഘട്ടത്തിൽ, അതായത് 50 വർഷത്തിന് മുമ്പ് എഴുതിയ കവിതകളാണ്. അത് ഇംഗ്ലീഷ് കവിതകളാണ്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു ടീനേജർ ആയിരുന്നിരിക്കുമല്ലോ, നമുക്ക് ഏവർക്കും അറിയാം. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ആശയങ്ങളും സ്നേഹങ്ങളും ധാരാളം ഇമോഷൻസ് ആണ് ആ കവിതയിൽ കൂടെ വരുന്നത്. ആ കവിതകൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ഡാർലി സാറിനെയാണ് ആ കവിതകൾക്കകത്ത് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ കാണുന്ന ഡാർലി സാറാണോ എന്ന് നമ്മൾ സംശയിച്ചു ആ കവിതകളൊക്കെ തന്നെ വായിച്ചാൽ. അങ്ങനെ അത്രയും വ്യത്യസ്തമായ ഒരു കവിത സമാഹാരമാണ്. ഏകദേശം 37 കവിതകളാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. ആ പ്രായത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ കൂടെ പോയിട്ടുള്ള ധാരാളം വികാരങ്ങൾ, ധാരാളം ഇമോഷൻസ് എന്ന കവിതയിൽ വന്നിട്ടുള്ളത്. അതും അങ്ങേറ്റം സന്തോഷത്തോടെയാണ് സദ്ഭാവന ട്രസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. ഈ 2 പുസ്തകങ്ങളും പ്രസിദ്ധീകരിക്കാൻ സദ്ഭാവന ട്രസ്റ്റ് തന്നതിന് കാണിച്ച സന്മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിയിട്ടുള്ള ധാരാളം പ്രശസ്തരായ വ്യക്തികളുണ്ട്. ശ്രീ ആന്റണി തോമസ് അദ്ദേഹം ഒരു പുസ്തകം ഏറ്റുവാങ്ങുന്നുണ്ട്. അദ്ദേഹത്തെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ ഡാർലി സാറിന്റെ സുഹൃത്തുക്കളും അതേപോലെ വ്യത്യസ്ത മേഖലയിൽപ്പെട്ട ധാരാളം വ്യക്തിത്വങ്ങൾ ഈ ഓഡിയൻസിനകത്തുണ്ട്. ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞ് സമയം കളയുന്നില്ല. എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സ്ഥലം വീക്ഷിക്കാനെത്തിയിട്ടുള്ള മറ്റ് സാമൂഹ്യ പ്രവർത്തകരെയും അക്ഷരസ്നേഹികളെയും എല്ലാവരെയും ഒറ്റവാക്കി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ അടുത്തതായി സ്വാഗതം പറയാനുള്ളത് ശ്രീ ഐഷ റൂബിയാണ്. ഇന്ന് വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നത്. ഡാർലി സാറിനെ പോലെ തന്നെ ഫാഷൻ ഡിസൈൻ ലോകത്തെ ഒരു വേറിട്ട വ്യക്തിത്വം, എല്ലാവരും ശ്രദ്ധിക്കുന്ന വ്യക്തിത്വമാണ് ശ്രീമതി ഐഷ റൂബി. ഐഷയെ ഈ ചടങ്ങിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരെയും പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Mrs. Jaya Srikumar. അടുത്തതായി സദ്ഭാവന ട്രസ്റ്റിന്റെ ചെയർമാൻ ശ്രീ BS ബാലചന്ദ്രനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ ബാലചന്ദ്രൻ is a very close confidant of Dr. Dali, a man with immense social commitments and one who has spearheaded adult literacy and skill development programs. Welcome to the podium, sir. ഡോക്ടർ ഡാർലിയും കുശിയുടെയും
ബഹുമാനാർത്ഥം തിരുവനന്തപുരത്തൊരു സമ്മേളനം സംഘടിപ്പിക്കണമെന്ന് അതിയായ മോഹമുണ്ടായിരുന്നു. കാരണം അദ്ദേഹം അത്രത്തോളം നമ്മുടെ തലമുറയിലെ ആളുകളെ പ്രചോദിപ്പിച്ച വ്യക്തിത്വത്തിനുടമയാണ്. ഞങ്ങൾ ഒന്നിച്ചാണ് പഠിച്ചത് പ്രീ ഡിഗ്രിക്ക്. അന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പാഷൻ, അദ്ദേഹത്തിൻ്റെ മോഹം എന്ന് പറയുന്നത് ഡോക്ടറാവുക എന്നുള്ളത്. സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചു. പക്ഷേ മോഡൽ എക്സാമിനേഷന് അദ്ദേഹത്തിൻ്റെ കയ്യിലൂടെ സൾഫ്യൂരിക് ആസിഡ് വീണ് അദ്ദേഹത്തിന് നന്നായി പരീക്ഷ എഴുതാനായി. അന്ന് എൻട്രൻസ് അല്ലല്ലോ, മെറിറ്റ് അടിസ്ഥാനത്തിലാണ് MBBS അഡ്മിഷൻ കിട്ടുക. അദ്ദേഹത്തിന് അഡ്മിഷൻ കിട്ടിയില്ല. ഈ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അദ്ദേഹം എല്ലാവരോടും സംസാരിക്കുമ്പോഴും ശാസ്ത്രവും ഡോക്ടറായാൽ ഉണ്ടാകാവുന്ന സമൂഹത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ വചാലമായി സംസാരിക്കുമായിരുന്നു. പുത്തൻ രോഗങ്ങളും രോഗപ്രവണതകളും ലോകത്തെമ്പാടും ഉണ്ടാകുന്ന പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇങ്ങനെ നമ്മോട് സംസാരിക്കുമായിരുന്നു. എപ്പോഴും ഉണ്ടാകി ശാസ്ത്ര വിഷയങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അദ്ദേഹം അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി കോളേജിൽ ലിറ്ററേച്ചർ മെയിനെടുത്ത് ചേർന്നു ഡിഗ്രിക്ക്. ഞാൻ പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു. അദ്ദേഹം അപ്പോൾ സംസാരിക്കുന്ന സാഹിത്യത്തെ കുറിച്ചാണ്. സാഹിത്യമില്ലെങ്കിൽ ലോകമില്ലെന്ന് അദ്ദേഹം പറയുക. സാഹിത്യം 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 സാഹിത്യമാണ് നമ്മെ പരസ്പരം ബന്ധിപ്പിക്കുന്നത്. സാഹിത്യമാണ് ലോകത്ത് നിലനിർത്തുന്നത്. സാഹിത്യമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. സാഹിത്യത്തെ കുറിച്ച് എപ്പോഴും സംസാരിച്ചാൽ സാഹിത്യത്തെ കുറിച്ച് സംസാരിക്കും. ആ സമയത്ത് അദ്ദേഹത്തിന് വിദ്യാർത്ഥി രാഷ്ട്രീയവും മറ്റു കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം എപ്പോഴും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലാണ് വളരെ തൽപരനായ ആൾ. അദ്ദേഹം സാഹിത്യത്തെക്കുറിച്ച് വാചാലമായി സംസാരിക്കും. എപ്പോഴും ധാരാളം സിമ്പോസിയങ്ങളിലും സെമിനാറുകളിലും പങ്കെടുത്ത് സംസാരിക്കും. റെസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്സ് സംസാരിക്കുമായിരുന്നു. ഡിഗ്രിക്ക് അദ്ദേഹത്തിന് ഫസ്റ്റ് ക്ലാസ് കിട്ടിയില്ല. ഒരു ഫസ്റ്റ് ക്ലാസ് ഉണ്ടായുള്ളൂ, അത് CK മാത്യുവിനായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും BAക്ക് ഡാർലിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടും നമ്മളെല്ലാം പ്രതീക്ഷിച്ചു. പക്ഷെ കിട്ടിയില്ല. അപ്പോഴാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ MBA ആരംഭിക്കുന്നത്. അദ്ദേഹം നേരെ അവിടെ പോയി ചേർന്നു. ഇദ്ദേഹത്തെ കുറിച്ച് പിന്നെ അറിവുന്നില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേ നോക്കി വേണ്ട മെയിൻ റോഡിലൂടെ പോയിക്കെ വലിച്ചിങ്ങനെ ഇതുവരെ കാണാത്ത ഡാർലിയാണല്ലോ ഇങ്ങനെ പുകവലിച്ചുണ്ടോ വരുന്ന ഡാർലി മെയിൻ റോഡിൽ. അന്ന് ഈ റോഡിൽ തിരക്കില്ലല്ലോ. ആ മരക്കാർ മോട്ടേഴ്സിൻ്റെ ഇപ്പുറത്ത് ആ ഷോറൂം അവിടെ പോയി ഇങ്ങനെ നടന്നു വരികയാണ്. എന്നിട്ട് എവിടെ? ഞാനിപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ MBAക്ക് ചേർന്നു. വലുത് ബിസിനസ്സാണല്ലോ ലോകം എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഈ ബിസിനസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ബിസിനസ്. അപ്പൊ ഈ ഒരു MBA, അത് കഴിഞ്ഞ് MBA കഴിഞ്ഞു അദ്ദേഹം മധ്യപ്രദേശ് കൈത്തറി വികസന കോർപ്പറേഷൻ. അത് അറിയുന്നത് പിന്നീടാണ്. അപ്പൊ എൻ്റെ ഒരു ബന്ധുവാണ് D വിവേകാനന്ദൻ. അദ്ദേഹം ഹാൻഡെക്സിന്റെ ബോർഡ് മെമ്പറായിരുന്നു. ഒരു ദിവസം വീട്ടിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ഈ കാൻഫർട്ടുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ആക്റ്റീവായി നിൽക്കുന്ന കാലം ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ ഹാൻഡെക്സ് ഒക്കെ നവീകരിക്കേണ്ട കാലം എത്രയോ കാലമായി, ഒന്നും ചെയ്യുന്നില്ല. ഇതിങ്ങനെ ഒരു പ്രാകൃതമായി തന്നെ എപ്പോഴും ഹാൻഡെക്സ് ഒക്കെ പോകുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഞങ്ങളിപ്പോൾ ഒരു പുതിയ ആളിനെ കൊണ്ടുവരുന്നുണ്ട്. ഒരു മലയാളിയാണ്. മധ്യപ്രദേശ് കൈത്തറി വികസന കോർപ്പറേഷനാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അവിടെ 3400 രൂപ ശമ്പളമുണ്ട്. കേരളത്തിൽ 500 രൂപ കുറച്ച് 2900 രൂപ വരാൻ പുള്ളി തയ്യാറാണ്. മലയാളി ആയതുകൊണ്ട്. ഞങ്ങളുടെ എന്താ പേര്? അപ്പോൾ ഡാർലി മുൻകൂഷി. ഡാർലി മുൻകൂഷി ഞങ്ങൾ എൻ്റെ കൂട്ടുകാരാണ്, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. അപ്പോൾ എന്നോട് വളരെ സന്തോഷം തോന്നി. ഇങ്ങനെ എൻ്റെ സുഹൃത്താണ്, എനിക്കിത് കേട്ടപ്പോൾ വലിയ സന്തോഷം. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പത്രങ്ങളിൽ വാർത്ത, ഡാർലി മുൻകൂഷി ഹാൻഡെക്സ് മാർക്കറ്റിംഗ് മാനേജർ എന്ന് പറഞ്ഞ് പത്രത്തിൽ വാർത്ത കണ്ടു. കുറച്ച് ദിവസം കഴിഞ്ഞാൽ കവടിയാറിൻ്റെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഒരു വാൻ, ഇങ്ങനെ റെഡ് ബോർഡിൽ വാൻ മുമ്പോട്ട് വിട്ട് റിവേഴ്സ് എടുത്ത് വന്നു. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഏയ് ബാലേന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ച് കയറ്റി. എന്നെ കൂടെ കിട്ടും നേരെ ഹാൻഡെക്സ്. അപ്പോൾ പിന്നെ കൈത്തറിയാണല്ലോ ലോകം. കൈത്തറിയാണല്ലോ നമ്മുടെ അടിസ്ഥാനം.
കൈത്തറിയാണ് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഇദ്ദേഹത്തിന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് പുള്ളി ഏതിലിടപെടണോ അതിനെക്കുറിച്ച് തീവ്രമായി ചിന്തിക്കാൻ അതേക്കുറിച്ച് പറയുകയും ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പൊ കൈത്തറി ഇല്ലെങ്കിൽ ഒരു നമ്മുടെ ജനസമൂഹത്തിന്റെ എംപ്ലോയ്മെന്റ്, ജനസമൂഹത്തിന്റെ പട്ടിണി മാറാൻ, ജനസമൂഹത്തിന് തൊഴിൽ കിട്ടാനുള്ള അവസരങ്ങളൊക്കെ നഷ്ടപ്പെടും. കൈത്തറിയെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. എന്നിട്ട് അത് ഒരു കൈത്തറി വികസനത്തിനും വിപണനത്തിനും വേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് അദ്ദേഹം ദേശീയ കൈത്തറി വികസന കോർപ്പറേഷൻ ജനറൽ മാനേജറായ കേരള കൗൺസിൽ ചെയർമാനെ. പിന്നെ ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയവും ഈ സമ്മർദ്ദവും കാരണം ഇതെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വിട്ടു പോയി. കുറേ കാലം കഴിഞ്ഞ് കേൾക്കുന്നത് അദ്ദേഹം ഫാഷൻ ടെക്നോളജിയിൽ ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത് പുറത്തൊക്കെ പോയി NID ഇങ്ങനെ NID മേധാവിയായി വന്നു എന്നൊക്കെ കുറേ കാലം കഴിഞ്ഞ് കേൾക്കും. അപ്പം ഞാൻ ഈ ഫ്രണ്ട്സ് ഓഫ് വിമൻസ് വേൾഡ് ബാങ്കിങ്ങിൻ്റെ ഒരു പങ്കാളിയായി അഹമ്മദാബാദിൽ ചെല്ലുമ്പോൾ, അപ്പോൾ അദ്ദേഹം അവിടെ NID ഡയറക്ടറാണ്. അപ്പോൾ പലരും ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പലരെക്കുറിച്ചും അന്വേഷിച്ചപ്പോൾ 2-3 മലയാളികൾ ഇവിടെ വളരെ ശ്രദ്ധേയരായ ആളുകളാണ്. അമുൽ കുര്യനെ പോലെ ഡോക്ടർ ഡാർലി മുൻകുഷി, ഡോക്ടർ അത് എലിമത്തായി 2-3 മലയാളികളെ കുറിച്ച് വളരെ ആദരവോടുകൂടി സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ഒരാൾ, ഞാൻ കാണുന്നില്ല, ഞങ്ങൾ തമ്മിൽ കാണുന്നില്ല, ഇങ്ങനെ ഡാർലി മുൻകുഷി എന്ന് പറഞ്ഞ് കേൾക്കുകയാണ്. അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ വിവാഹം നടന്നപ്പോൾ ഞാൻ വിവാഹത്തിൽ പോയി പങ്കെടുത്തത് ഇതൊക്കെ കഴിഞ്ഞു. ഈ കാലത്തിന് ശേഷം അദ്ദേഹത്തെ ഞാൻ ഡൽഹിയിൽ വെച്ച് വീണ്ടും കാണുന്നത്. അദ്ദേഹം അപ്പോൾ അവിടെ അപ്പാരൽ പാർക്കിൻ്റെയൊക്കെ ചുമതല കഴിഞ്ഞ് കേരളത്തിലേക്ക് മടങ്ങി. ഡൽഹിയിലെ അന്തരീക്ഷം മോശമായതുകൊണ്ട് കേരളത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. കേരളത്തിലേക്ക് മടങ്ങി. അപ്പോൾ അദ്ദേഹം റണ്ണൊരു പുസ്തകം എഴുതിയിരുന്നു, റീസ്കില്ലിങ്, അപ്സ്കില്ലിങ്, ന്യൂ സ്കില്ലിങ്, റൺ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഭാരതീയ സമാജത്തിൻ്റെ മാനിഫെസ്റ്റോ ആക്കിയല്ലോ എന്ന്. അങ്ങനെ അത് എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടുകൂടി BSSൻ്റെ മാനിഫെസ്റ്റോ ആക്കിയ പുസ്തകം. അത് എല്ലാ തലത്തിലും ആ പുസ്തകം കൊടുത്തു, ഡൽഹിയിലും എല്ലായിടത്തും കൊടുത്തു. എല്ലാവർക്കും വലിയ ഇംപ്രഷൻ ഉണ്ടായി. റൺ, റീസ്കില്ലിങ്, അപ്സ്കില്ലിങ്, ന്യൂ സ്കില്ലിങ്, സ്കില്ലിങ്ങിനെ കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാട്, സ്കിൽ എഡ്യൂക്കേഷനെ കുറിച്ച്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, രാജ്യം മാറുകയാണ്, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നമ്മുടെ രാജ്യത്ത് പല പരിവർത്തനങ്ങൾ ഉണ്ടാക്കുകയാണ്. തൊഴിലറിയാത്തവരായി നമ്മുടെ നാട്ടിൽ കോടാനുകൂടി ആളുകളാണ്. നമ്മുടെ നാട്ടിൽ 40 കോടിയോളം ആളുകൾ 10ാം ക്ലാസ് ജയിക്കാത്തവരായ ആളുകളാണ്, സ്ത്രീകളാണ് ഭൂരിപക്ഷം. അവരേതെങ്കിലും ഒരു പുതിയ സ്കില്ലിൽ അവരെ നമ്മളൊന്ന് സ്കെയിലപ്പ് ചെയ്താൽ പ്രൊഡക്ടിവിറ്റിയിൽ ഉണ്ടാകാവുന്ന മാറ്റം, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ കഴിയുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ വമ്പിച്ച മാറ്റമാണ്. അപ്പോൾ ആ നിലയിൽ അദ്ദേഹം തീവ്രമായി സ്കിൽ എഡ്യൂക്കേഷനെ കുറിച്ച്, സ്കിൽ ട്രെയിനിങ്ങിനെ കുറിച്ച്, നമ്മുടെ ആളുകൾ ഗ്രാസ് റൂട്ട് ലെവലിലെ ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച് തീവ്രമായി ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതാണ്. ഈ പരമ്പരാഗത തൊഴിൽ മേഖല, ഒരു ഹാൻഡിക്രാഫ്റ്റ് മേഖല, ഇത് ഈ വെറും ഈ ഒരു അവഗണിക്കപ്പെട്ട് കിടക്കുന്ന സമൂഹത്തിൻ്റെ ജീവിത പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് വളരെ ഗൗരവപൂർവ്വം സംസാരിക്കുന്ന വ്യക്തിയായി അദ്ദേഹത്തെ കാണാം. അദ്ദേഹത്തോട് ഞാൻ അപേക്ഷിച്ചു ഭാരതീയ സമാജത്തിൻ്റെ ഒരു ചീഫ് മെൻറ്ററായിരിക്കാമെന്ന്. അദ്ദേഹം ദയാപൂർവം സമ്മതിക്കുകയും അതുമായി സഹകരിക്കുകയും ചെയ്തു. അതുകൊണ്ടൊരു പുതിയ ദിശാബോധം BSSൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടായി എന്നുള്ളത് അഭിമാനത്തോടുകൂടി ഞാൻ ഓർക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, തിരുവനന്തപുരത്ത് വെച്ച് ഡോക്ടർ ഡാർലി മുൻകുഷിയുടെ ഒരു വലിയ സദസ്സ് നമുക്ക് അദ്ദേഹത്തിൻ്റെ സൗഹൃദ കൂട്ടായ്മയോട് വളരെ വലുതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സമ്മേളനം ഇവിടെ വെക്കണമെന്ന്. അങ്ങനെ സദ്ഭാവന ട്രസ്റ്റിന് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പുസ്തകം മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിക്കുവാൻ അവസരം കിട്ടിയപ്പോൾ അത് ഇവിടെ വെച്ച് ചെയ്യാം എന്നിങ്ങനെ ആഗ്രഹിക്കുകയും അങ്ങനെ ഇന്നിവിടെ പ്രകാശനം ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അതൊരു വളരെ വലിയ അനുഭവമാണ്. പ്രധാനമായും ഫാഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഫാഷൻ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ. ഞാൻ ആ പുസ്തകത്തെക്കുറിച്ചും പുസ്തകത്തിൻ്റെ കണ്ടന്റിനെ കുറിച്ചും ഒന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം, ലോകത്ത് തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥ എന്ന് പറയുന്നത് ജങ്ക് ഫുഡ്, ജങ്ക് ക്ലോത്ത്, ജങ്ക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ഫാഷനാണ് ഇത്തരം പ്രതിസന്ധികൾക്ക് വേഗത കൂട്ടുന്നത്. നമ്മുടെ നാട്ടിൽ നല്ല ഗുഡ് ഫുഡും ജങ്ക് ഫുഡും ഉണ്ട്, ജങ്ക് ക്ലോത്തും ഗുഡ് ക്ലോത്തും ഉണ്ട് എന്ന് പറയുന്നു. അതിന് ഈ ജങ്ക് സാധനങ്ങൾ നമ്മുടെ പാരിസ്ഥിതിക തലങ്ങൾക്ക് അപകടം സൃഷ്ടിച്ചുകൊണ്ട് വൻ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ഈ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പുസ്തകം ഇവിടെ പ്രകാശിതമാകുന്നത്.
ചർച്ച ചെയ്യാൻ ഇവിടെ കൂടിയിരിക്കുന്ന ഒരുപാട് ഉത്തമ ചിന്തകരായ ആളുകളുണ്ട്. എപ്പോഴും സാമൂഹ്യ മാറ്റത്തെക്കുറിച്ച് ഉൾപ്രേരണ നൽകുന്ന ചിന്തകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള വിശ്വവിഖ്യാതനായ ചലച്ചിത്രകാരനാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ, പത്മഭൂഷൺ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹം ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യാണ്. ഒരു സ്വാഭാവികമായും നമുക്കൊക്കെ ചിന്തിക്കാൻ വഴിയൊരുക്കുന്ന ഒരു കാര്യമാണ് ഈ ജങ് വസ്തുവകളെ എങ്ങനെ നമ്മൾ നേരിടാമെന്നതിനെ കുറിച്ച്. ജങ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ജങ് വസ്തുവകളെ നമ്മൾ ബഹിഷ്കരിക്കാൻ വേണ്ടി, പണ്ട് വൈദേശിക വസ്ത്രങ്ങളും വൈദേശിക വസ്തുക്കളും നമ്മൾ ബഹിഷ്കരിച്ചതുപോലെ തന്നെ ജങ് സാധനങ്ങൾ ബഹിഷ്കരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു പ്രേരണയും ചിന്തയും നമുക്ക് ഉണ്ടാകുന്നതാണ്. കാരണം ഒരു ജങ്ക് ഫുഡ് ഇപ്പം എന്തായാലും വളരെ വൻതോതിൽ നമ്മുടെ മാർക്കറ്റ് കീഴടക്കിയിരിക്കണം. പക്ഷെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളുടെ ഇടയിൽ ചിലരെങ്കിലും അത് മോശമാണ് എന്ന് പറയും. അതുപോലെ പക്ഷെ വസ്ത്രങ്ങൾ, ജങ്ക് വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് വളരെ അപകടകരമായ വസ്ത്രം. കോർപ്പറേറ്റുകൾ വളരെ വില കുറച്ച് വിൽക്കുന്ന ഷോറൂമുകൾ, ആകർഷകമായ ഷോറൂമുകൾ ഉണ്ടാക്കിക്കൊണ്ട് സ്ട്രീറ്റിൽ ഏറ്റവും തരം താണ വസ്ത്രങ്ങൾ തൂക്കിയിട്ട് വിൽപ്പന നടത്തുകയാണ്. വലിയ വലിയ ഷോറൂമുകൾ, അത് കോർപ്പറേറ്റുകളുടെ വലിയ വൻകിട സ്ഥാപനങ്ങൾ കാണുമ്പോഴോ സൂടി കീടി ഇതൊക്കെ പറഞ്ഞ് കാണുമ്പോൾ നമ്മൾ വളരെ വലിയ കാര്യത്തിൽ ചെന്ന് ഇങ്ങനെ അവിടെ ചെന്ന് വാങ്ങും. പക്ഷെ ഇതെല്ലാം തന്നെ അപകടകരമായ വസ്ത്രങ്ങൾ, അപകടകരമായ വസ്തുക്കളുമാണ് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഇത് നമ്മൾ തിരിച്ചറിയുകയും ഈ ജങ് വസ്തുവകൾക്ക് നേരെ പ്രതികരിക്കുക, ഫാഷൻ്റെ അഡ്വാൻസ്മെൻറ്റിൽ സംഭവിക്കുന്ന ഒരു ദയനീയത, ഫാഷൻ്റെ അഡ്വാൻസ്മെൻറ്റിൽ ഫാഷൻ ഇടപെടലെന്ന്, ഫാഷൻ എന്ന് വെച്ചാൽ ഡിസൈൻ എന്ന് പറയുന്നത് വെറും വസ്ത്ര ഡിസൈൻ മാത്രമല്ല, ഭവന ഡിസൈൻ മാത്രമല്ല, ഡിസൈൻ എല്ലാത്തിനും എപ്പോഴും വേണമെന്ന്. ഇപ്പം ഡോക്ടർ ഡാർലിമൻ കുറിച്ച് സംസാരിക്കുമ്പോൾ ഡിസൈൻ ഇല്ലാത്ത ഒരു ലോകമില്ല എന്ന് പറഞ്ഞു. എല്ലാത്തിനും ഡിസൈൻ വേണം എന്നുള്ള പക്ഷക്കാരൻ. നമ്മൾ രണ്ടുപേർ നേരെ വന്ന് ഇരിക്കണമെങ്കിൽ അതിനൊരു ഡിസൈൻ വേണമെന്ന് ശഠിക്കുന്നതാണത്. ഇന്നിവിടെ ഈ യോഗം സംഘടിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മെസ്സേജുകൾ ഇങ്ങനെ നമ്മൾ DG ജയാശ്രീമാനം നിരവധി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഇങ്ങനെ വേണ്ട, അങ്ങനെ വേണ്ട, ഇത് വേണം, ഇത് വേണമെന്ന് പറയുന്നത്. പക്ഷെ കാരണം ഇത് നമ്മുടെ ഒരു അനൗപചാരികമായ രീതിയാണ്. ആളുകൾ ഒന്നിച്ചു കൂടുക, കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ആ ഒരു ഊഷ്മളതയാണ് ഈ സദ്ഭാവന ട്രസ്റ്റിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത്. പക്ഷെ അതിലൊക്കെ തന്നെ കൃത്യത വേണമെന്നുള്ള കാര്യത്തിൽ ഡോക്ടർ ഡാർലിമൻ കോശിക്ക് നിർബന്ധമുണ്ട്. ആ വെളിച്ചത്തിൽ, ആ ടോർച്ചിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. സദ്ഭാവന ട്രസ്റ്റിനെ കുറിച്ച് ജയശ്രീയോട് സംസാരിച്ചതുപോലെ രാജ്യത്തെ ഏറ്റവും വലിയ പ്രസിദ്ധീകരണശാലയാക്കി മാറ്റണമെന്നുള്ള നമ്മുടെ ആഗ്രഹം. കഴിഞ്ഞ ദിവസം KK കുറുപ്പ് സാറിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, വൈജ്ഞാനിക സാഹിത്യ രംഗത്ത് സദ്ഭാവന ട്രസ്റ്റ് ചെയ്യുന്ന സംഭാവന വളരെ വലുതാണ്. നമുക്ക് NBT പോലെ ഒരു പുസ്തക പ്രസിദ്ധീകരണ രംഗത്ത് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വാസ്തവത്തിൽ സദ്ഭാവന ട്രസ്റ്റ് രൂപീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത് NBT ആണ്, നാഷണൽ ബുക്ക് ട്രസ്റ്റാണ്. അപ്പോൾ നാഷണൽ ബുക്ക് ട്രസ്റ്റ് പോലെ എന്നത് പഴയ ഒരു വൈസ് ചാൻസലർ നമ്മളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ കിട്ടിയ സന്തോഷം വളരെ വലുതാണ്. ആ നിലയിലുള്ള ചിന്തയോടുകൂടി കേരളത്തിൽ നിന്നും ഒരു ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രസിദ്ധീകരണശാലയാക്കി സദ്ഭാവന ട്രസ്റ്റിനെ മാറ്റുവാനുള്ള ഒരു ദൗത്യം ആണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ ഡാർലിമൻ കോശി എഴുതിയതുപോലെ ഇവിടെ വന്നിരിക്കുന്ന നിരവധിയായ ബുദ്ധിജീവികളും ചിന്തകരും എഴുത്തുകാരും ഒക്കെയുണ്ട്. നിങ്ങൾക്കെല്ലാം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ആഗ്രഹങ്ങളും ആശയങ്ങളും ഉൾക്കൊള്ളുന്ന സൃഷ്ടികൾ നടത്തുവാനും അത്തരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങൾ പ്രസിദ്ധീകരിക്കുവാൻ സദ്ഭാവനയും തയ്യാറാണ് എന്ന് ഞാൻ ആമുഖമായി പറയുന്നു. ഇന്നത്തെ ഈ ചടങ്ങ് ഹൃദ്യമായ ഒരു ചടങ്ങായി മാറും. ആ ചടങ്ങിലേക്ക് കടക്കുവാൻ വേണ്ടിയുള്ള നടപടിയിലേക്ക് നീങ്ങട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. 2 books are being released today, the Malayalam version of All by Design and the collection of poems entitled The Gemini Man. To set the context right and to lead you all through a quick dive into the 45 years of Sri Gali Koshi's career in design, of which 35 years were at the national level, we have a short video presentation now.
കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായി ചെയ്ത സംഭാവനകൾക്കുപരി ഡോക്ടർ എം ആർ തമ്പാൻ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം കൊണ്ട് മലയാള ഭാഷയ്ക്ക് ഉണ്ടാക്കിയ ഉണർവാണ് പ്രധാനം. സദ്ഭാവന പ്രസിദ്ധീകരിച്ചാൽ 500-ലധികം പുസ്തകങ്ങൾക്ക് പുറകിൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രയത്നമുണ്ട്. It's my pleasure to invite Dr. Tamban, Chief Editor of Sadbhavana Trust. നമ്മുടെ വിശിഷ്ടാതിഥി മലയാള സിനിമയെ വിശ്വവേദിയിലെത്തിച്ച ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ, അധ്യക്ഷൻ ശ്രീ BS ബാലേന്ദ്രൻ, ശ്രീ ജി തോമസൺ, ചെറിയാൻ ഫിലിപ്പ്, ഈ ചടങ്ങിൻ്റെ താരമായ ഡോക്ടർ ഡാർലി, വേദിയിലെയും സദസ്സിലെയും സ്നേഹിതന്മാരെ, വളരെ സന്തോഷകരമായ നിമിഷമാണിത്. 2 പുസ്തകങ്ങൾ ഡോക്ടർ ഡാർലി രചിച്ച ആൾ ബൈ ഡിസൈൻ ആൻഡ് ജെമിനി മാൻ എന്നീ 2 കൃതികൾ സദ്ഭാവന ട്രസ്റ്റ് പ്രസിദ്ധീകരിച്ച് ഇവിടെ പ്രകാശനം ചെയ്യുക. 2 നക്ഷത്രങ്ങൾ കണ്ടുമുട്ടിയതുപോലെ 2 പുഷ്പങ്ങൾ വിരിയുന്നത് പോലെ സന്തോഷകരമായ കാര്യമാണ് ഇതിന് സാക്ഷ്യം വഹിക്കുക എന്നത്. ഈ പുസ്തകത്തിൽ എന്നെ ഏറ്റവും ആകർഷിച്ചത് അതിൻ്റെ ടൈറ്റിലാണ്. അതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. ഡിസൈൻ എന്ന വാക്കിന്, ആൾ ബൈ ഡിസൈൻ എന്ന വാക്കിന് ഡിസൈൻ അദ്ദേഹം മലയാളീകരിച്ചില്ല. ഡിസൈൻ എന്ന പദം തന്നെ വിവർത്തൻ സിറിലും ഇത് കൊടുത്തു. ഞങ്ങൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആദ്യ കാലത്ത് പാൻ ഇന്ത്യൻ ടെർമിനോളജിക്ക് വേണ്ടി സംസ്കൃത ജടിലമായ പദങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ചൊക്കെ എടുക്കുകയുണ്ടായി. ആൻഡ് ബോയിലിംഗ് പോയിന്റിന് തിളനില എന്ന നല്ല മലയാള പദമുണ്ടായിട്ടും ഞങ്ങൾ കുതനാങ്കം എന്ന പദമാണ് ഉപയോഗിച്ചത്. വിദ്യാർത്ഥികളും ആരും അത് അംഗീകരിച്ചില്ല. അതിനെ തുടർന്ന് 95-ൽ ഞാൻ ഡയറക്ടറായതിനെ തുടർന്ന് ഭാഷാ പണ്ഡിതന്മാരുടെ ഒരു യോഗം വിളിച്ചു കൂട്ടി. കമ്പ്യൂട്ടർ പരമ്പര എന്ന പുസ്തക പരമ്പരയിലെ ശബ്ദാവലിയെക്കുറിച്ചൊരു നയം ആവിഷ്കരിച്ചു. ഒരുവിധം പ്രചാരമുള്ള പദങ്ങളെല്ലാം ഇംഗ്ലീഷിൽ തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും മൗസും ഒക്കെ ഞങ്ങൾ അതേ കണക്കിന് കൊടുത്തു. മൗസിനെ മൂഷികനൊന്നും ആക്കിയില്ല. EMS എന്ന് പറഞ്ഞു, മലയാളി ഏത് പദവും ഏത് ഭാഷയിൽ നിന്ന് എടുക്കുന്നതും നല്ലതാണ്. പദസമ്പത്തിലൂടെ കൊടുത്തും കൊണ്ടും മാത്രമേ നമ്മുടെ ഭാഷ വളരുകയുള്ളൂ. പക്ഷേ അത് മലയാളീകരിച്ച് നൽകണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ നിർദ്ദേശവും ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അതിനുശേഷം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുസ്തകങ്ങൾ, കമ്പ്യൂട്ടർ പരമ്പരയിലെ പുസ്തകങ്ങൾ ഉൾപ്പെടെ ഏതാണ്ട് ഇതിനു മുമ്പ് 5 വർഷം കൊണ്ട് വിൽക്കുന്ന പുസ്തകങ്ങൾ ഏതാണ്ട് 2 മാസം കൊണ്ടൊക്കെ വിറ്റഴിഞ്ഞ് അതിൻ്റെ യുവാക്കൾ അതിനെ സ്വീകരിച്ചു എന്നായി. വളരെ യാഥാസ്ഥിതികരായ പണ്ഡിതർ മലയാള ഭാഷയെ സങ്കര ഭാഷയാക്കുന്നു എന്നൊക്കെ അന്ന് എന്നെ കുറ്റപ്പെടുത്തുകയും കേരളകൗമുദിയിലൊരു ലേഖന പരമ്പര തന്നെ അന്യോന്യം ഒരു സംവാദമായി തന്നെ വരികയും ഒക്കെ ചെയ്തു. എന്തായാലും അന്ന് ആരംഭിച്ച ആ ശബ്ദാവലി നയം ഡാർലി തുടരുന്നു എന്ന് കണ്ടതിൽ അതീവമായ സന്തോഷം. മറ്റൊന്ന്, ഇത് സന്തോഷത്തിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ചോദിക്കുക. പക്ഷേ ഇപ്പോഴും ഭാഷയുടെ പേരിൽ അമിതമായ ഭ്രാന്ത് കാണിക്കുന്നവരുണ്ട്. നമ്മുടെ പാളയത്ത് ഒരു 2 നല്ല സ്ഥാപനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, നിയമസഭാ സാമാജികന്മാരുടെ വാസസ്ഥലവും. ട്രെയിനിലിറങ്ങിയ ഓട്ടോറിക്ഷക്കാരനോട് MLA ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അയാൾ അവിടെ കൊണ്ടുവിടും. നിയമസഭാ സാമാജികന്മാരുടെ അവിടെ എത്തുമ്പോഴത്തേക്കൻ അയാൾ ഇയാൾക്ക് വട്ടാന്ന് എഴുതി വേറെ അടുത്ത ഓട്ടത്തിന് പോകണം. അപ്പോൾ നമുക്ക് ഭാഷയോട് സ്നേഹം വേണം, പക്ഷേ ഭാഷയോട് ഭ്രാന്താകരുത്. ഒരു ഭാഷ വളരണമെങ്കിൽ അതിൽ പദസമ്പത്ത് വേണം. അത് മറ്റ് ഭാഷകളിൽ നിന്ന് കൊണ്ട്, മലയാളം തന്നെ ഇംഗ്ലീഷും നഖം മുഖവും ഒക്കെ സംസ്കൃതത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്, തമിഴിൽ നിന്നും എടുത്തിട്ടുണ്ട്. നമ്മുടെ ലാറ്റിൻ ഭാഷ ഒരു കാലത്ത് പൗരോഹിത്യത്തിൻ്റെ ഭാഷയായിരുന്നു. പക്ഷെ അത് വളർന്നില്ല, കാരണം യാഥാസ്ഥിതികരായിരുന്നു അത് കൈകാര്യം ചെയ്തത്. ഒരു കൊച്ചു രാജ്യത്തെ കുറച്ചാളുകളുടെ ഭാഷയായ ഇംഗ്ലീഷ് ലോകഭാഷയായി. കാരണം നമ്മുടെ മലയാളത്തിൽ നിന്ന് തന്നെ നിരവധി പദങ്ങൾ ഇംഗ്ലീഷിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ കൊണ്ടും കൊടുത്തും പ്രധാന പ്രക്രിയയിലൂടെ മാത്രമേ ഒരു ഭാഷ വളരുകയുള്ളൂ. 95-ൽ ഞങ്ങൾ ആവിഷ്കരിച്ച നയം അദ്ദേഹം സ്വീകരിച്ചതിൽ വളരെ നന്ദി. അതിന് ആദ്യ അഭിനന്ദനങ്ങൾ.
രണ്ടാമത് എനിക്കുള്ളത് ഒരു ഭാഷ വളരണമെങ്കിൽ, ഒരു ജൈവഭാഷ വളരണമെങ്കിൽ അതിൽ കൂടുതൽ പുതിയ പുതിയ പ്രയോഗങ്ങൾ വരണം, പുതിയ പുതിയ പദങ്ങൾ വരണം. ഒരു ജൈവ ഭാഷയിൽ പദങ്ങൾ നശിച്ചു പോകും. കൊയിലുകൾ എന്നൊരു പദം നമുക്കുണ്ടായിരുന്നു, മാപ്പിളമാരെന്നായിരുന്നു അർത്ഥം, അന്നത് ഉപയോഗിക്കുന്നില്ല. ചില പദങ്ങൾക്ക് പുതിയ അർത്ഥതലങ്ങൾ വരും. സ്വാതന്ത്ര്യ സമരകാലത്ത് കലക്കി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരം കലക്കുന്നവരെയായിരുന്നു, കൂയും കല്ലെറിയുന്നവരെയായിരുന്നു കലക്കി എന്ന് പറഞ്ഞാൽ. ഇന്ന് അടൂർജിയുടെ പ്രസംഗം കലക്കി എന്നിത് കഴിഞ്ഞ് ആരെങ്കിലും പറഞ്ഞാൽ അത് നന്നായി എന്ന അർത്ഥതലമാണ്. അങ്ങനെ പുതിയ അർത്ഥതലങ്ങൾ വരും. ഇദ്ദേഹം ഡാർലി നമ്മുടെ മലയാള ഭാഷയ്ക്ക് ഒരു പുതിയ പദം സംഭാവന ചെയ്തിരിക്കുന്നു. കാരണം അതിൻ്റെ ടൈറ്റിലിൽ തന്നെ കൊടുത്തിരിക്കുന്ന അനുഭവ ആഖ്യാന സാഹിത്യമെന്നാണ്. ഈ പുസ്തകത്തിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വൈയക്തികമായ അനുഭവങ്ങൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ആമുഖത്തിൽ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ തൊഴിൽപരമായ അനുഭവങ്ങൾ, അത് ഡിസൈനിലുള്ളത്, അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റുള്ള ഭാഷയുള്ള അനുഭവങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 500-ൽ പരം പേജ് വരുന്നതിൽ 8 പേജ് വൈയക്തികമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ അനുഭവങ്ങളായതുകൊണ്ട് ഇതിനെ ഒരു ആത്മകഥ എന്ന് പറയാനൊക്കില്ല, കാരണം അതിൻ്റെ തുടർച്ചയില്ല, ആത്മകഥ മൊത്തമില്ല. അപ്പോൾ ഇംഗ്ലീഷിൽ ഈ പുസ്തകത്തിൻ്റെ ശാഖയ്ക്ക് പറയുന്ന മെമ്മേഴ്സ് എന്നാണ്. ഇത് മെമ്മേഴ്സിൽ പെടുന്നതാണ്. മെമ്മേഴ്സിന് നമ്മൾ നൽകിയിരിക്കുന്ന മലയാളം ഓർമ്മയും ഓർമ്മക്കുറിപ്പുകളും. ഓർമ്മയും ഓർമ്മക്കുറിപ്പിനേക്കാളും ഒക്കെ ഒരു നല്ല പദമാണ് ഈ മെമ്മേഴ്സിന് അദ്ദേഹം നൽകിയിരിക്കുന്ന വിവർത്തനം, അനുഭവ ആഖ്യാന സാഹിത്യം. അങ്ങനെ മലയാളം സാധാരണ ഈ ക്യാമ്പസിലുള്ള കുട്ടികളും സവാരി ഗിരിഗിരി എന്നൊക്കെ പറഞ്ഞ നമ്മുടെ സിനിമാക്കാരുമാണ് പുതിയ പദങ്ങൾ സംഭാവന ചെയ്യുന്നത്. ഒരു ഇവിടെ അദ്ദേഹം ഏതാണ്ട് ഒരു 4 വർഷം ഒഴിച്ച് പഠനം കഴിഞ്ഞ് 4 വർഷം ഒഴികെ ബാക്കി സമയമെല്ലാം നാട്ടിലും വിദേശത്തുമായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് മലയാളത്തോടുള്ള ആ സ്നേഹം ഇന്നും മാറിയിട്ടില്ല. വൈലോപ്പിള്ളി പാടിയതുപോലെ ഏത് തൂസ്വര സങ്കല്പത്തിൽ പുലർന്നാലും, ഏത് യാന്ത്രിക യുഗത്തിൽ വളർന്നാലും മനസ്സിലുണരണം മമതയും ഗ്രാമത്തിൻ വിശുദ്ധിയും ഇത്തിരി കൊന്നപ്പൂക്കളും. ഡാർലിയുടെ മനസ്സ് നിറയെ കൊന്നപ്പൂക്കളും വിശുദ്ധിയും മമതയും മലയാള സ്നേഹവുമാണ്. അതാണ് ഒരു ഭാഷയ്ക്ക്, ഒരു പുതിയ സാഹിത്യ ശാഖയ്ക്ക് തുടക്കം കുറിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. ഇനി കൃതിയെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ആ കൃതിയുടെ കർത്താവിനെക്കുറിച്ച് ഏതാനും വാക്ക്. ഇദ്ദേഹം പുതിയ ആശയങ്ങളുടെ ആവിഷ്കർത്താവാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു. പിന്നെ നല്ല വാഗ്മിയാണ്. കുട്ടിക്കാലത്ത് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ നല്ലൊരു പ്രഭാഷകനാണ്, നല്ലൊരു അധ്യാപകനാണ്, പ്രസ്ഥാനങ്ങളുടെ സൃഷ്ടാവ് ആണ് അദ്ദേഹം. ബിരുദം കഴിഞ്ഞിട്ട് അയ്യപ്പ പണിക്കർ സാറിൻ്റെ കീഴിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ ബാലചന്ദ്രൻ്റെയൊക്കെ ജിജി തോംസൻ്റെയൊക്കെ സതീർത്ഥനായിട്ട് യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത്. പക്ഷെ അവിടുന്ന് ഇംഗ്ലീഷിൽ ഫസ്റ്റ് ക്ലാസ്സോട് കൂടി പാസ്സായി കഴിഞ്ഞിട്ട് സാധാരണഗതിയിൽ ആരാണെങ്കിലും MA-ക്കാണ് പോകുന്നത് അയ്യപ്പ പണിക്കർ സാറിൻ്റെ കൂടെ. പക്ഷേ ഇദ്ദേഹം MA-ക്ക് പോയില്ല. കുസാറ്റിൽ പോയി MBA എടുത്തു. MBA എടുത്ത് കേരള സ്റ്റേറ്റ് ആൻഡ്രൂൺ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ മാനേജിംഗ് ഡയറക്ടറായി. അത് കഴിഞ്ഞ് പടിപടിയായിട്ട് ആ പദവികളിലേക്ക് അദ്ദേഹം ഇതായിരുന്നു. കേരള ഓർണമെൻറ്റ്സ് ലിമിറ്റഡിൻ്റെ ചെയർമാനായി. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കേന്ദ്ര സർക്കാരിൻ്റെ ആൻഡ്രൂൺ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആളായി മാറി, CEO ആയിട്ട് മാറി. പിന്നെ കൂടാതെ അഹമ്മദാബാദിലെ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപക ഡയറക്ടറും ഗവേണിംഗ് ബോഡി മെമ്പറുമായി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ്റെ ഗവേണിംഗ് ബോഡി മെമ്പറും സ്ഥാപക ചെയർമാനുമാകാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഡൽഹിയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ ചെയർമാനാകാൻ കഴിഞ്ഞു. അങ്ങനെ ഈ ഫാഷൻ്റെ, ഡിസൈൻ്റെ, അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെയൊക്കെ മേഖലകളിൽ 40-ൽ പരം വർഷങ്ങളിൽ പ്രവർത്തിച്ച പരിചയ സമ്പന്നത അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞു. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ജീവിതത്തിലെ ഒരു നേട്ടമായി, സമ്പാദ്യമായി ഞാൻ കാണുന്നത് അതാണ്. അദ്ദേഹം 3 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 3 ഇംഗ്ലീഷാണ്. ഫാഷനെ സ്കിൽ ഡെവലപ്മെൻറ്റിനെയും കുറിച്ചുള്ളതാണ്. അത് ഉദ്യോഗതലത്തിൽ അഹമ്മദാബാദിലും ഡൽഹിയിലും ഉദ്യോഗത്തിലിരുന്ന കാലാവസ്ഥയിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഇനി ഞാൻ ഇതിൻ്റെ പുസ്തകത്തിലേക്ക് കിടക്കുകയാണ്. പുസ്തകത്തിൽ 2 ഭാഗമുണ്ട്. ഒന്ന് അദ്ദേഹത്തിൻ്റെ വൈയക്തിക അനുഭവങ്ങൾ, കുടുംബ അനുഭവങ്ങൾ. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക അനുഭവങ്ങൾ, തൊഴിൽപരമായിട്ടുള്ള അനുഭവങ്ങൾ. 500-ൽ പരം പേജുള്ളതിൽ ഈ വൈയക്തിക അനുഭവങ്ങൾക്ക് വേണ്ടി 8 പേജ്, ആമുഖത്തിലെ 8 പേജ് മാത്രമാണ് അദ്ദേഹം മാറ്റിവെച്ചത്. കുട്ടിക്കാലത്ത് നമ്മളെയൊക്കെ പോലെ ഓണക്കാലത്ത് ഊഞ്ഞാലാടിയും കാവിൻ തുമ്പത്തെ തണ്ട് പിടിപ്പിച്ച് കാവിൻ തുമ്പത്തെ ഇല പറിച്ചും ഒക്കെ നടന്ന കാലത്തെക്കുറിച്ച് അദ്ദേഹം അനുസ്മരിക്കുന്നു. അത് ഏതാണ്ട് നമ്മുടെയൊക്കെ കാലമായിട്ട് തോന്നും. അതുപോലെ ക്രിസ്മസ് കരോളിൽ പാട്ടുപാടി നടന്ന കാലത്തെക്കുറിച്ച് അദ്ദേഹം അനുസ്മരിക്കുന്നു.
6ാം ക്ലാസ്സിൽ അദ്ദേഹത്തിന് ഉന്നത വിജയം നേടിയതിന് അനുമോദനം നൽകിയപ്പോൾ മുൻനിരയിൽ അച്ഛനും അമ്മയും ഇരുന്ന കാര്യം അദ്ദേഹം ഇപ്പോഴും ഓർക്കും. അച്ഛനോടും അമ്മയോടുമുള്ള ഗുരുത്വത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് ആ വരികളെല്ലാം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ദുഃഖം എന്ന് പറയുന്നത്, നന്നായി പഠിക്കുന്ന ഈ കുട്ടി SSLCക്ക് റാങ്ക് കിട്ടും, മെഡിസിനോ എഞ്ചിനീയറിങ്ങിനോ പോകാം, അമ്മാവന്മാരും ആണ് പഠിത്തത്തിൽ കൂടുതൽ ശ്രദ്ധിച്ചത്. അച്ഛൻ തഹസീൽദാരായിരുന്നു, അതുകൊണ്ട് പലപ്പോഴും ട്രാൻസ്ഫർ ആയതുകൊണ്ട് അച്ഛൻ്റെ പരിചരണം പലപ്പോഴും കിട്ടിയിട്ടില്ല. പക്ഷേ എറണാകുളത്തും തിരുവനന്തപുരത്തും പഠിക്കാൻ കഴിഞ്ഞത് അച്ഛൻ അവിടത്തേക്ക് ട്രാൻസ്ഫർ ലഭിച്ചതുകൊണ്ടാണ്. 10ാം ക്ലാസ്സിൽ വെച്ച് അച്ഛൻ അകാലത്തിൽ പെട്ടെന്ന് മരിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം ഔദ്യോഗികമായി ജോലിക്ക് വേണ്ടി കോഴിക്കോട് പോയ അവസരത്തിൽ 11 മണി വരെ സ്റ്റെനോഗ്രാഫറും മറ്റ് സെക്രട്ടറിയുമായിട്ട് കേസിനെക്കുറിച്ചും പിറ്റേന്നുള്ള കേസിനെക്കുറിച്ചും എല്ലാം സംസാരിച്ചിരുന്നു. അടുത്ത ദിവസം സഹപ്രവർത്തകർ എന്ന് ചെല്ലുമ്പോൾ അദ്ദേഹം മരിച്ചതായിട്ടാണ് കാണുന്നത്. അത് വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഡോക്ടർ ബാബു പോൾ സാറിൻ്റെ വാക്കുകളാണ്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളോട് പറഞ്ഞു, കിടന്നു മരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല, മരിച്ചു കിടക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. വേർപാട് ആരുടെ ആയാലും വേദനാജനകമാണ്. എന്നിരുന്നാലും മരിച്ചു കിടക്കാൻ കഴിഞ്ഞതൊരു ഭാഗ്യമാണ്, ആരെയും ശല്യപ്പെടുത്താതെ. ആ ഒരു അദ്ദേഹത്തിൻ്റെ നന്മയുടെ. പക്ഷേ അതുകൊണ്ട് ആ ദുഃഖത്തിൻ്റെ അതിൻ്റെ ആഘാതത്തിൽ അദ്ദേഹത്തിന് റാങ്ക് കിട്ടിയില്ലെങ്കിലും ഫസ്റ്റ് ക്ലാസ് ലഭിക്കാൻ അതിന് ഇടയായി. അത് കഴിഞ്ഞ് ഇവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച യൂണിവേഴ്സിറ്റി കോളേജിലെ അനുഭവം. ഇതിനിടയ്ക്ക് അദ്ദേഹം 5ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ തന്നെ ചെറുകഥ എഴുതി. കഴിഞ്ഞ് കോളേജിൽ വന്നപ്പോൾ നമ്മുടെ ജിജി തോംസണിനും ചെറിയാൻ ഫിലിപ്പിൻ്റെയൊക്കെ പാർട്ടിക്കെതിരായി, KSUവിനെതിരായി SF-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് എഡിറ്ററായിട്ട് മത്സരിച്ചു, ജയിച്ചു. അതിൽ അദ്ദേഹം കവിതകളും എഴുതി. അങ്ങനെ അദ്ദേഹം കവിയായി, ചെറുകഥാകൃത്തായി. അങ്ങനെ ഒരു പക്ഷേ അന്ന് അയ്യപ്പ പണിക്കർ സാറിൻ്റെ കൂടെ MA-ക്ക് ഇപ്പോൾ ചേർന്നിരുന്നെങ്കിൽ ഇംഗ്ലീഷ് ആംഗലേയ സാഹിത്യത്തിൽ ബിരുദം നേടിയ വിഷ്ണുനാരായണ നമ്പൂരിയെയും V. നാരായണക്കുറുപ്പിനെയും രാധാകൃഷ്ണനെയും പോലെയൊക്കെ അദ്ദേഹം നല്ലൊരു സാഹിത്യകാരനായിട്ട്, നല്ലൊരു അധ്യാപകനായിട്ട് മാറിയാണ്. പക്ഷേ പെട്ടെന്ന് അദ്ദേഹം ഇതെല്ലാം ഉപേക്ഷിച്ച് നേരെ കുസാറ്റെ പോവുകയാണ്. കുസാറ്റെ പോയതുകൊണ്ട് മറ്റൊരു ഭാഗ്യമുണ്ടായി, അടിയന്തരാവസ്ഥ വന്നു. ഇവിടെ ആയിരുന്നെങ്കിൽ അന്ന് ജയിലിൽ കിടക്കേണ്ട സ്ഥിതിയായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അങ്ങനെ കുസാറ്റിൽ ചെന്ന് അദ്ദേഹം MBA എടുത്തു. MBA എടുത്തതിന് ശേഷം ഞാൻ നേരത്തെ അദ്ദേഹത്തിൻ്റെ ചിത്രീകരിച്ചതുപോലെ നിരവധി മേഖലകളിൽ അദ്ദേഹത്തിന്, പ്രത്യേകിച്ച് ഫാഷൻ മേഖലയിൽ, സ്കിൽ ഡെവലപ്മെൻറ്റ് മേഖലയിൽ, ഡിസൈൻ മേഖലയിൽ പ്രാവീണ്യം നേടാനും ഈ രംഗങ്ങളിലെ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന എക്സ്പെർട്ടായിട്ട് മാറാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ നേട്ടമായി ഞാൻ കരുതുന്നത്. ഇനി പുസ്തകത്തിൻ്റെ വൈയക്തിക ഇത് കഴിഞ്ഞിട്ട് അടുത്ത പ്രധാനമായ ഇതിലെ കണ്ടൻറ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ അനുഭവങ്ങളാണ്. അതായത് ഡിസൈനിനെ കുറിച്ചുള്ള, സ്കിൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച്. ആ 4 ഭാഗങ്ങളായിട്ടാണ് ഇത് തിരിച്ചിരിക്കുന്നത്. അതിൽ 1ാം ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കൈത്തറിയെക്കുറിച്ചാണ്. നമ്മുടെ പാരമ്പര്യ വ്യവസായമായ കൈത്തറി ഇന്ന് നശിച്ചിരിക്കുകയാണ്, ആകെ റാണക്കല്ല് തോണ്ടിയിരിക്കുകയാണ്. ഒരുപക്ഷെ കാലാനുസൃതമായ മാറ്റം, ഫാഷൻ രംഗത്ത് വന്ന മാറ്റം, ഡിസൈൻ രംഗത്ത് വന്ന മാറ്റം അത് ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ നല്ല ആയുർവേദ മരുന്നിൽ നൂല് നോക്കിക്കൊണ്ട് ആയുർവേദിക് ഷർട്ടുകളും ആയുർവേദിക് പില്ലോയും ഒക്കെ നിയമിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഈ വ്യവസായം ഒരു രക്ഷപ്പെട്ടേനെ. ഇന്നത്തെ പോലെ തകർന്നടിയുകയില്ലായിരുന്നു. അത് ഇദ്ദേഹത്തിൻ്റെ ഡിസൈനും ഫാഷനിലും ഒക്കെ നിന്ന് നമ്മൾ വളരെ പുരോഗമനപരമായ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിന്നതുകൊണ്ടാണ് പരമ്പരാഗത വ്യവസായങ്ങളെ എല്ലാം തകർന്നിട്ടുള്ളത്. അടുത്ത 2ാമത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹം ഫാഷനിലേക്കാണ് നടക്കുന്നത്. അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഫാഷനോടൊപ്പം കാലത്തിനൊപ്പം നീങ്ങിയില്ലെങ്കിൽ വ്യക്തിയായാലും പ്രസ്ഥാനമായാലും കാലത്തെ അതിജീവിക്കാൻ കഴിയില്ല എന്നാണ് ആ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്. 3ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ഡിസൈനെക്കുറിച്ചാണ്. ഡിസൈനെക്കുറിച്ച് ആദ്യം എന്നെപ്പോലുള്ള സാധാരണക്കാർ ആദ്യം കരുതുന്ന ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഫാഷൻ ഡിസൈൻ എന്ന് മാത്രമാണ് കരുതുന്നത്. എൻ്റെ പേരക്കുട്ടി അവൻ നന്നായി പഠിക്കുമായിരുന്നു. അപ്പോൾ അവനെ ഒരു ഡോക്ടറാകണോ എഞ്ചിനീയർ ആക്കണമെന്നൊക്കെ ആയിരുന്നു സാധാരണ അപ്പൂപ്പന്മാരെ പോലെ എൻ്റെ ആഗ്രഹം. പക്ഷേ +2 കഴിഞ്ഞ് നല്ല മാർക്കോട് ജയിച്ച എൻ്റെ കൊച്ചുമോൻ പറഞ്ഞു, എനിക്ക് ഡിസൈൻ കോഴ്സിന് പോകണം. അപ്പം ഞാൻ ആലോചിച്ചു, എന്താണ് ഡിസൈൻ കോഴ്സ്, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ അന്നേരം പെട്ടെന്ന് ഓർത്തു, ബാലേന്ദ്രനാണ് എന്നെ ഡാർലിയെ പരിചയപ്പെടുത്തി തന്നെ. അന്ന് അദ്ദേഹം പറഞ്ഞു അഹമ്മദാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ്റെ സ്ഥാപക ഡയറക്ടറാണെന്ന് പറഞ്ഞാൽ ഞാൻ ഓർത്തു. ഞാൻ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് ഡിസൈൻ എന്ന് പറയുന്നത് ഫാഷനിൽ മാത്രം ഒതുങ്ങുന്നതല്ല,
മെഷീൻ ഡിസൈനുണ്ട്, എല്ലാ പ്രോഡക്റ്റിനും ഡിസൈനുണ്ട്, ബുക്കിന് ഡിസൈനുണ്ട്, ബിൽഡിങ്ങിന് ഡിസൈനുണ്ട്. അതിൻ്റെ അനന്തമായ സാധ്യതകളെക്കുറിച്ച്, ഡിസൈൻ്റെ സാധ്യതകളെക്കുറിച്ച് ഞാൻ അറിയുന്നത് ഇതിലാണ്. അപ്പോൾ ഞാൻ കൊച്ചുമോനോട്, പേരക്കുട്ടിയോട് പറഞ്ഞു, മോനെ നിൻ്റെ സെലക്ഷൻ നന്നായി, നിന്നെ ഡാർലി അങ്കിളിനോട് ഞാൻ സംസാരിച്ചു, നീ ഇതിൽ പോകണം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ പേര് ഇവിടെ ബാലേന്ദ്രനൊക്കെ എന്നെ തൈക്ഷണിക പ്രതിഭയെന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്, വൈജ്ഞാനിക പ്രതിഭയെന്ന്. പക്ഷേ വൈജ്ഞാനിക പ്രതിഭയായ എനിക്ക് എൻ്റെ പേരക്കുട്ടിക്കുള്ള അനുഭവങ്ങൾ പോലും ഇല്ല എന്ന സത്യം അറിയുന്നതെന്നാണ്. അത് മാത്രമല്ല, പക്ഷേ അതിലെനിക്ക് ദുഃഖം തോന്നിയില്ല. കാരണം ഒരു ദിവസം 1,00,000 വിജ്ഞാന ശലകങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. അത് നമുക്ക് ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ ദിവസം 8 മണിക്കൂർ വെച്ച് 30 ദിവസം നമ്മൾ ഇതിൻ്റെ പിന്നിലിരിക്കണം, കമ്പ്യൂട്ടറിൻ്റെ പിന്നിലിരിക്കണം. അപ്പോൾ അറിവിൻ്റെ കാര്യത്തിലൊക്കെ നമ്മളൊക്കെ എത്രയോ പിന്നിലാണെന്ന് ആലോചിക്കും. നമ്മൾ ആകാശത്തേക്ക്, നിലാവുള്ള രാത്രികളിൽ ആകാശത്തേക്ക് പോകുമ്പോൾ കോടാനുകോടി നക്ഷത്രങ്ങളുടെ ഗാലക്സികൾ കാണുന്നു. അങ്ങനെ കോടിക്കണക്കിന് ഗാലക്സികളിൽ ഒന്നിൻ്റെ ഒരു ചെറിയ നക്ഷത്രമായ സൂര്യനിൽ 9 ഗ്രഹങ്ങളിൽ ഒന്നായ ഇതിൽ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിലെ എത്രയോ ഒരു അംശമായ, ഒരു ബിന്ദുവായ നമ്മൾ എത്രയോ നിസ്സാരനാണ്. അറിവ് നമ്മുടെ എത്രയോ കുറവാണ് എന്നത്. ഒരു പക്ഷേ ഈ എൻ്റെ അറിവില്ലായ്മ, എൻ്റെ നിസ്സാരത, ആ തിരിച്ചറിവായിരിക്കാം എൻ്റെ തൈക്ഷണിക പ്രതിഭയായി ബാലേന്ദ്രനും മറ്റും വിശേഷിപ്പിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇദ്ദേഹത്തെ പ്രവർത്തിച്ച എല്ലാ മണ്ഡലങ്ങളിലും കൂടുതലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലാണ് പ്രവർത്തിച്ചത്. ആ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം നഷ്ടത്തിൽ നിന്ന് കരകയറ്റാനും നൂതന ആശയങ്ങൾ ആവിഷ്കരിച്ച് അതിനെ മെച്ചപ്പെടുത്താനും കഴിഞ്ഞു എന്നുള്ളതാണ്. പുസ്തകം വായിച്ച് എന്നെ കൂടുതൽ അറിയിക്കുക. കാരണം എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പുസ്തകം വായിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഞാനിത് ചുരുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. BSS മുഖേനയാണ് എനിക്ക് അദ്ദേഹവുമായി, ഡാർലിയുമായി കൂടുതൽ അടുക്കാൻ കഴിഞ്ഞത്. BSSൻ്റെ മെൻറ്ററാണ്, BSSൻ്റെ ശാസ്ത്ര സാങ്കേതിക ഉപദേഷ്ടാവാണ് അദ്ദേഹം. BSSുമായി അടുത്തതിന് ശേഷം, ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷം, പ്രത്യേകിച്ചും ഡിസൈൻ കോഴ്സിൻ്റെയും സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെയും നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷം നിരവധി കോഴ്സുകൾ സ്കിൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച്, അതുപോലെ തന്നെ ഡിസൈനെക്കുറിച്ചും ഫാഷനെക്കുറിച്ചും നിരവധി സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കാൻ BSSന് കഴിഞ്ഞിട്ടുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയിൽ BSSനെ പങ്കാളിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആഗോളതലത്തിലുള്ള ഒരു സ്ഥാപനമാണ് സ്കിൽ കൗൺസിൽ, വേൾഡ് സ്കിൽ കൗൺസിൽ എന്നുള്ളത്. ലോകത്തുള്ള ഏത് നൂതന വിഷയങ്ങളെക്കുറിച്ചും പഠിപ്പിക്കുന്നതിനുള്ള സ്റ്റാഫിനെ പ്രൊവൈഡ് ചെയ്യാൻ ശേഷിയുള്ള ആഗോള സ്ഥാപനം. ആ സ്ഥാപനത്തിൻ്റെ ലൈസൻസ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ BSS ആവിഷ്കരിച്ച, ബാലേന്ദ്രൻ നേരത്തെ പറഞ്ഞ റൺ സ്ട്രാറ്റജി, ഫ്രീ സ്കില്ല്, അപ്പ് സ്കില്ല്, ന്യൂ സ്കില്ല്, ഈ സ്ട്രാറ്റജി ആവിഷ്കരിക്കാനും കഴിഞ്ഞതിൻ്റെ പിന്നിൽ ഇദ്ദേഹത്തിൻ്റെ ശ്രമവും ബുദ്ധിയും ചിന്തയും എല്ലാം ഇതിലുണ്ട്. അതുപോലെ BSS ഇപ്പോഴും ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു പുതിയ സ്ഥാപനമുണ്ട്, ഭാരത് സ്കിൽ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ സെൻറ്റർ എന്നുള്ള. ആ സ്ഥാപനത്തിൻ്റെ കീഴിൽ നിരവധി ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട്. ബുദ്ധിമാന്മാരായ കുട്ടികൾക്കുള്ള 10,000 രൂപ വരെ സ്കോളർഷിപ്പ് കൊടുക്കും. ഞാൻ പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ സേവനം വിനിയോഗിക്കാൻ ബാലേന്ദ്രൻ്റെ സതീർത്ഥനായതുകൊണ്ട് മറ്റ് പ്രതിഫലയൊന്നും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ സേവനം അദ്ദേഹം BSSന് വിട്ടുകൊടുത്തു. എന്തുകൊണ്ട് സർക്കാരിനും ഇദ്ദേഹത്തെ പോലുള്ളവരുടെ സേവനം വിനിയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ നീട്ടുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനയായിട്ട് കരുതുന്നത് നമ്മുടെ മലയാളം ശ്രേഷ്ഠ ഭാഷയാണ്. ആ ശ്രേഷ്ഠ ഭാഷയായിട്ട് ഉന്നയിക്കണമെങ്കിൽ അതൊരു ശാസ്ത്രഭാഷയായി മാറണം. ശാസ്ത്രഭാഷയാകണമെങ്കിൽ ശാസ്ത്രരംഗത്തുള്ള ഏറ്റവും നൂതനമായ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ ആ ഭാഷയിൽ ഇറങ്ങണം. കമ്പ്യൂട്ടറിൻ്റെ കാലത്ത്, ഡിജിറ്റലൈസേഷൻ്റെ കാലത്ത് ആ പുസ്തകങ്ങൾ ഇറക്കാൻ ഞങ്ങൾക്ക് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞു. എന്തുകൊണ്ടോ ഇന്ന് നമ്മുടെ വൈജ്ഞാനിക രംഗത്തുണ്ടാകുന്ന പുതിയ ചലനങ്ങൾ, പുതിയ അറിവുകൾ, പുതിയ വിഷയങ്ങൾ അത് പുസ്തകങ്ങളാക്കാൻ കഴിയുന്നില്ല. ഇന്ന് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് ഒരു വിഷയമായി എടുത്തിരിക്കുന്നു. നമ്മൾ BA MA ഒന്നും പാസ്സായി പോയിട്ട് കാര്യമില്ല. ഞാൻ പറയുന്ന ഒരു വിട്ടുപോയ ഒരു വിഷയം കൂടെ പറയട്ടെ. സ്കിൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ളതാണ് 4ാമത്തെ അധ്യായം. സ്കിൽ ഡെവലപ്മെൻറ്റിലെ അനന്തമായ സാധ്യതകളാണ് നമ്മുടെ കേരളത്തിന്, ഭാരതത്തിനുള്ളത്. കാരണം ലോകത്ത് ഇന്ന് യുവജനങ്ങൾ കുറഞ്ഞു വരികയാണ്. ജപ്പാനിലും പാശ്ചാത്യ രാജ്യങ്ങളും. ഇന്ത്യയിലാണെങ്കിൽ 3/2 ഭാഗം 35-ന് താഴെയുള്ള യുവജനങ്ങളാണ്. ആയത് ലോകത്തിൻ്റെ യുവത്വമായി നമ്മുടെ ഇന്ത്യ ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. അനന്തമായ ജോലി സാധ്യതകൾ വിദേശത്തുണ്ട്. തൊഴിൽ ദാതാവായി ഇന്ത്യ മാറാൻ പോകുന്നു. പക്ഷേ നമ്മുടെ BA MA കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. അത് ഞാൻ വില കുറച്ച് കാണുകയല്ല. BA MA ഡിഗ്രി എടുത്തു. പക്ഷേ അതിനോടൊപ്പം തന്നെ സ്കൂൾ തലം മുതൽ ഏതെങ്കിലും ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്ത് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലൂടെ പറ്റും. അതാണ്
BSS നൽകിക്കൊണ്ടിരിക്കുക. അതിനെയാണ് അദ്ദേഹം സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ നൂതനമായ ശാസ്ത്ര വിഷയങ്ങൾ മലയാളത്തിലെത്തിച്ച് ശ്രേഷ്ഠ ഭാഷയെ ശാസ്ത്രഭാഷയാക്കാനുള്ള ഒരു സംരംഭമായിട്ട് തന്നെ ഞാൻ ഇതിനെ കാണുന്നു. ഈ 500 പരം പേജുള്ള പുസ്തകങ്ങൾ വായിക്കാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ആ പുസ്തകത്തെ 4ആയി വിഭജിക്കണം. സ്കിൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച്, ഫാഷനെക്കുറിച്ച്, ഡിസൈനെക്കുറിച്ച്, കൈത്തറിയെക്കുറിച്ചൊക്കെ, ടെക്സ്റ്റൈൽസിനെക്കുറിച്ചുള്ള കൊച്ചു കൊച്ചു പുസ്തകങ്ങൾ ഇറക്കണം. അതുപോലെ സ്കിൽ ഡെവലപ്മെൻറ്റിൽ ഈ ആഗോളതലത്തിലുണ്ടായിരിക്കുന്ന ഓരോ കോഴ്സിനെക്കുറിച്ചും പുസ്തകങ്ങൾ ഇറക്കണം. ആ ഇറക്കുന്നതിന് സദ്ഭാവന ട്രസ്റ്റ് അതിന് തയ്യാറാണ്. അങ്ങനെ സദ്ഭാവന ട്രസ്റ്റും നമ്മുടെ ഡോക്ടർ ഡാർലിൻ്റെയും കൂടെ ബാലേന്ദ്രൻ്റെയും കൂടെ നേതൃത്വത്തിൽ നൂതനമായ ശാസ്ത്ര വിജ്ഞാനം സാധാരണക്കാർക്ക് കൊടുക്കാനും ശാസ്ത്രത്തെ ജനകീയമാക്കാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. ഏതൊരു പുരുഷൻ്റെയും വളർച്ചയ്ക്ക് മുമ്പിൽ ഒരു വളയിട്ട കൈയുണ്ട്. ഇവിടെയും അദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്ക് മുമ്പിൽ രോഷ്ണി എന്ന സഹധർമ്മിണിയുടെ കൈകളുണ്ട്. ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് തന്നെ രോഷ്ണിക്ക് തന്നെയാണ് വേണ്ടിയാണ്. ഒരു മാതൃക ദാമ്പത്യമാണ് അവരുടേത്. അതിന് എല്ലാ ആശംസകളും നേരുന്നു. അതോടൊപ്പം ഇനിയും കൂടുതൽ പുസ്തകങ്ങൾ എഴുതാൻ ഈ ചടങ്ങ് പ്രേരകമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇനി നമുക്ക് ഈ സായാഹ്നത്തിലെ ഏറ്റവും പ്രധാന ചടങ്ങിലേക്ക് കടക്കാം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് മുഖ്യ അതിഥിയായി എത്തിച്ചേർന്ന മഹാവ്യക്തി എന്ന് പറയുന്നത് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരവും അഭിമാനവുമായ അതുല്യനായ ചലച്ചിത്രകാരനാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ. ലോക സിനിമയുടെ ഭൂപടത്തിൽ മലയാള സിനിമയ്ക്ക് ഒരു സ്ഥാനം നേടിത്തന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതിൽ കൂടുതലായി അദ്ദേഹത്തിനെ കുറിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. I now invite Sri Adur Gopalakrishnan to share his thoughts with us. യോഗാധ്യക്ഷൻ ശ്രീ BS ബാലചന്ദ്രൻ, സ്വാഗതം ആശംസിച്ച ശ്രീമതി ജയ ശ്രീകുമാർ, ഇപ്പോൾ ആമുഖ പ്രഭാഷണം നടത്തിയ ശ്രീ MR തമ്പാൻ, ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ശ്രീ ജെജി തോംസൺ, ശ്രീ ആൻ്റണി തോമസ്, പ്രൊഫസർ AG ജോർജ്, ശ്രീ R രംഗനാഥ്, ശ്രീ റൈജുമണി പോൾ, ശ്രീമതി ഐഷ റൂബി, ഇന്നത്തെ മുഖ്യ കഥാപാത്രമായ ഡോക്ടർ ഡോളി ഉമ്മൻ കോശി. ഇൻഫാക്റ്റ് അദ്ദേഹത്തിൻ്റെ പേര് ആദ്യം പുസ്തകത്തിൽ വരെ എഴുതിയിരിക്കുന്നത് ഡാർലി ഓ എന്ന് ഞാൻ വിചാരിച്ചു എന്ത് പേരാ ഇത്. കാരണം സാറിന് ഓ എന്ന് പറഞ്ഞ ചില പേരുകളുണ്ട്. ഓ ക്ലൂഗ് എന്നൊക്കെ പറഞ്ഞ ചില പേരുണ്ട്. ഞാൻ വിചാരിച്ചു വല്ല ഡച്ചുകാരുടെ പേരും വല്ല ആണെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ തുടർന്ന് വന്നത് കോശി എന്നാണ്. കോശി എന്നുള്ളത് നമ്മുടെ ആളാണെന്ന് മനസ്സിലായി. സമാധാനമായി. പക്ഷേ അത് വളരെ നേരത്തെയാണ്, ഇപ്പോഴല്ല. ഞാൻ അദ്ദേഹമായിട്ട് എനിക്ക് ഒരു പഴയ ബന്ധമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം NIDയുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അതിൻ്റെ ഡയറക്ടറായിരിക്കുമ്പോൾ അവിടുത്തെ ഒരു കോൺവക്കേഷൻ അതിന് മുഖ്യ അതിഥിയായിട്ട് എന്നെ ക്ഷണിച്ച് ഞാൻ അഹമ്മദാബാദിൽ പോയി. വളരെ ഇമ്പ്രസീവായിരുന്നു. ഇപ്പോഴും ഓർമ്മയുണ്ട്. വളരെ ഇമ്പ്രസീവായിരുന്നു ആ ഫങ്ഷൻ. അപ്പോൾ അതിൻ്റെ പ്രത്യേകിച്ച് ഞാൻ അദ്ദേഹത്തോട് മാറി ഒന്ന് സംസാരിക്കുകയൊന്നും ചെയ്തില്ല. അതൊക്കെ വളരെ ഫോർമലായിട്ട് ഫങ്ഷനൊക്കെ കഴിഞ്ഞ് പോരുകയായിരുന്നു. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹം വന്ന് എന്നെ ഓർമ്മിക്കുകയും എന്നെ ഈ പുസ്തകം പുതുതായിട്ട് ഇതിൻ്റെ വിവർത്തനം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചപ്പോൾ എന്നെ ബന്ധപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ ഒരു പഴയൊരു ബന്ധം, വളരെ മനോഹരമായൊരു ബന്ധം പുനരുജ്ജീവിപ്പിക്കുകയാണ് ഉണ്ടായത്.
പുസ്തകം വായിക്കുമ്പോൾ നേരത്തെ ഇവിടെ ശ്രീ തമ്പാൻ പറഞ്ഞതുപോലെ അവനവനെപ്പറ്റി വളരെ കുറച്ച് കാര്യങ്ങളേ പറഞ്ഞിട്ടുള്ളൂ. അധികവും ഔദ്യോഗികമായ കാര്യങ്ങളാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ വളരെ രസകരമായൊരു സംഗതി ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ തുടങ്ങുന്നത് 1961 അതേ കൊല്ലമാണ് പൂനെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധമുണ്ട്. ഈ രണ്ട് സ്ഥാപനങ്ങളും ഇന്ത്യയിലെ ഏറ്റവും വളരെ നാഷണൽ എന്താ പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എക്സലൻസ് എന്ന് പറഞ്ഞ് അറിയപ്പെടുന്ന രണ്ട് സ്ഥാപനങ്ങളാണ്. അതിനെ എക്സലൻസിലേക്ക് കൊണ്ടുപോയ ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ഡോർലി ഒ കോശി. അദ്ദേഹം അവിടെ ഒരു ഉദ്യോഗസ്ഥനായിട്ടിരിക്കുക മാത്രമല്ല ചെയ്തത്. ഉദ്യോഗം ഒരു അത് തൻ്റെ ചുമതലകളുടെ ഒരു ഭാഗം. പക്ഷേ അതേസമയം ആ സ്ഥാപനത്തെ വലിയൊരു സ്ഥാപനമാക്കി. കാരണം എനിക്ക് ഇത് വായിക്കുമ്പോഴറിയാം, ഒരുപാട് പുതിയ സെൻറ്റേഴ്സ് തുടങ്ങാനായിട്ട് അവിടെ തന്നെ അതിന് വലിയ അത് മുഴുവനും പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇടയ്ക്ക് വന്നിട്ട് അത് വിട്ടുകൊടുക്കണം, അവർ ഇത് സെൻട്രൽ ഗവൺമെൻറ് എല്ലാം വേറെ എവിടെ ആക്കാം എന്ന് പറഞ്ഞ് പ്രപ്പോസൽ വരിക, അതിനെതിരായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരിക. ഇങ്ങനെ ഒരു സ്വന്തം കാര്യം പോലെ ഈ സ്ട്രഗിളാണ് ഒരു സ്ഥാപനം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട്. അത് വായിക്കുമ്പോഴേ നമുക്ക് ബോധ്യമാവും, ഈ രാജ്യത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വലിയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഇതുപോലുള്ള വ്യക്തികൾ അവിടെ തങ്ങളുടെ സ്വന്തം ഒരു മിഷൻ പോലെ പ്രവർത്തിച്ചിട്ടുള്ള സമയങ്ങളിൽ മാത്രമാണ്. ഒരു ഉദ്യോഗസ്ഥനായിട്ട് വന്നിരുന്ന് പോകുന്ന ആരും അവരെ നോട്ടീസ് ചെയ്ത് പോലുമില്ല. അങ്ങനെ ഇന്ന് മാത്രമല്ല, ഇന്ന് നമുക്ക് ഇത് ബോധ്യമാകേണ്ട ഒരു കാര്യം, നമ്മുടെ മലയാളികൾ ശരിക്കും പറഞ്ഞ് അറിഞ്ഞുകൂടാ അദ്ദേഹത്തിനെ. ഡാർലി ജോഷി ആളുകൾക്ക് അറിഞ്ഞുകൂടാ. അത് അദ്ദേഹത്തിനെ നമുക്ക് മലയാളികളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ പുസ്തകം പരിഭാഷപ്പെടുത്തി ഇറങ്ങിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇന്ന് മാത്രമല്ല, ഈ പുസ്തകം പരിഭാഷപ്പെടുത്തുന്നതിനെ പറ്റി എനിക്കൊരു സംശയമുണ്ടാകും. ഞാൻ ഇംഗ്ലീഷ് അദ്ദേഹം നേരത്തെ എനിക്ക് തന്നു, അത് ഞാനൊന്ന് ഓടിച്ച് വായിച്ചു തന്നു. അതെങ്ങനെ മലയാളത്തിലൊക്കെ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് വലിയ സംശയമായിരുന്നു. എങ്ങനെ ശരിയാവുമോ എന്നൊക്കെ തോന്നിയിരുന്നു. പക്ഷെ ഇത് വായിച്ചപ്പോൾ, മലയാളം വെർഷൻ വായിച്ചപ്പോൾ നല്ല ഒന്നാന്തരമായിരിക്കും എഴുതിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത് പരിഭാഷപ്പെടുത്തിയ ആളിനെ വളരെ 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 ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. നല്ല ഭാഷയിൽ അദ്ദേഹം, എന്ന് മാത്രമല്ല പുസ്തകത്തിൻ്റെ പ്രിൻറ്റിങ്ങിനെ പറ്റി പറയേണ്ട ആവശ്യമുണ്ട്. ഇംഗ്ലീഷ് വായിക്കാൻ വിഷമമാണ്, കാരണം കൊച്ചക്ഷരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എഴുതി പോവുകയാണ്. പക്ഷെ മലയാളത്തിൽ വന്നപ്പോഴേക്കും നല്ല കൃത്യമായിട്ട് എന്നെപ്പോലുള്ളവർക്ക് വായിക്കാനുള്ള സൈസുണ്ട്. അക്ഷരങ്ങൾക്ക് സന്തോഷമായിട്ട് വായിക്കാൻ നല്ല ലെജിബിളാണ്, നല്ല വ്യക്തമായിട്ട് തിരിഞ്ഞ് വായിക്കാൻ പറ്റുന്ന അച്ചടി. അപ്പോൾ നമ്മുടെ മലയാളികൾ നിർബന്ധമായിട്ടും വായിക്കണം ഈ പുസ്തകം. അദ്ദേഹത്തിനെ അറിയേണ്ടത് ഈ പുസ്തകം വായിച്ചിട്ട് വേണം. എങ്ങനെയാണ് ഓരോ വ്യക്തികളും, എനിക്ക് പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് അതിശയം തോന്നിയില്ല. കാരണം ഒരാളിൻ്റെ 14 വയസ്സ് വരെയുള്ള ജീവിതമാണ് അയാളുടെ ഒരു വലിയ മനഃശാസ്ത്ര വിദഗ്ധന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. ശിഷ്ടജീവിതം എങ്ങനെയായിരിക്കുമെന്ന് തീരുമാനിക്കുന്ന ഈ 14 വയസ്സ് വരെയുള്ള ജീവിതമാണെന്ന് പറയാറുണ്ട്. അത് വളരെ രസകരമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 14ാമത്തെ വയസ്സിലാണ് അച്ഛൻ മരിക്കുന്നത്. അപ്പോൾ ഈ 14 വയസ്സ് വരെയുള്ള ജീവിതം വളരെ വായിച്ചു നോക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അദ്ദേഹം കേരളത്തിലൊരു എനിക്ക് തോന്നുന്നു 8-10 സ്കൂളിലെങ്കിലും പഠിച്ചിട്ടുണ്ട്. നിരന്തരമായിട്ട് ഇത് ട്രാൻസ്ഫർ വരുമ്പോൾ ഓരോ സ്കൂളിലേക്ക്, അമ്മയുടെ വീട്ടിൽ പോയി താമസിക്കും, അച്ഛൻ്റെ വീട്ടിൽ പോയി താമസിക്കും. ഇങ്ങനെ ചിലയിടത്ത് അനാഥത്വം തോന്നും, ചിലയിടത്ത് വളരെ മോശമുള്ള കണ്ടീഷന്. ഇങ്ങനെ ഒരു 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 ജീവിതമാണ്. അപ്പം നമ്മൾ അദ്ദേഹത്തിൽ അതിശയം കണ്ടിട്ട് കാര്യമില്ല. തെറ്റിദ്ധരിച്ച് അദ്ദേഹം പോകുന്നതിൽ യാതൊരു അതിശയം വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ വിചാരിക്കുന്നത് ഇത് പോയിട്ട് അത് പോയല്ലോ ഇങ്ങനെ അല്ല, അത് വളരെ അദ്ദേഹത്തിലുള്ളതാണ്. ഇത് മാത്രമല്ല, ചെല്ലുന്നിടത്തെല്ലാം മാസ്റ്റർ ചെയ്യുന്നു എന്നുള്ളതാണ്, വെറുതെ പോയിരിക്കുകയല്ല. എനിക്ക് ഇതിന് വളരെ രസമായിട്ട് തോന്നിയ കാര്യം, അദ്ദേഹം മെഡിസിന് ചേരാൻ വലിയ ആഗ്രഹമായിരുന്നു, അത് നടന്നില്ല എന്ന്. എനിക്കും വാസ്തവത്തിൽ വലിയ ആഗ്രഹമായിരുന്നു. കാരണം ഞാനൊരിക്കലേ അപ്ലൈ ചെയ്ത് കിട്ടിയില്ല. അപ്പോൾ വീട്ടിൽ ഇക്കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയും മകളും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഓ എത്ര രോഗികളെ രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അവരുടെ വികാരം എനിക്ക് മനസ്സിലായി. ഓരോരുത്തരുടെ തലയിൽ ഓരോന്ന് എഴുതിയിട്ടുണ്ടെന്ന് പറയും, തലയിലെഴുത്താണ്. അപ്പോൾ ആ സമയത്ത് വലിയ വിഷമമായിരുന്നു, അപ്ലൈ ചെയ്തിട്ട് കിട്ടിയില്ല. ഞാനൊരു
ഒരു മിടുക്കനാന്നൊക്കെയാണ് സ്വയം വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് കിട്ടിയില്ല. അന്ന് ഈ എൻട്രൻസ് എക്സാമിനേഷൻ ഒന്നുമില്ല. ഞാൻ പറയുന്നത് വളരെ പുരാതന കാലത്തെ പറ്റിയാണ്. ഈ ഇദ്ദേഹമൊക്കെ പഠിക്കുന്ന കാലത്തിനൊക്കെ വളരെ മുമ്പാണ്. പഴയ ഇൻ്റർമീഡിയറ്റാണ് ഞാൻ. ഇവിടെ ഇൻ്റർമീഡിയറ്റ് പഠിച്ചവരാരും ഇവിടെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലാസ്റ്റ് ബാച്ച് ഓഫ് ഇൻ്റർമീഡിയറ്റാണ് കേരളത്തിലെ. എന്തോ ഇൻ്റർമീഡിയറ്റ് കോളേജായിരുന്നു അത് നിർത്തി കളഞ്ഞിട്ട് ഇപ്പോൾ അവർ ചെയ്ത ഏറ്റവും വലിയ ഭീകരമായ തെറ്റ് അത് സ്കൂളിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു. വലിയ തെറ്റാണ്. ആരോട് ചോദിക്കാനാണ്? പരിഷ്കാരങ്ങൾ ചെയ്യുന്നത് ശുദ്ധമായ തെറ്റുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ ആ ഒരു പ്രായത്തിൽ അവർക്കൊരു ഇൻ്റർമീഡിയറ്റ് അത് വളരെ കറക്റ്റാണ്. അതിൻ്റെ പ്രയോഗം പോലും കറക്റ്റാണ്. പ്രീ ഡിഗ്രി അത് ഇതൊക്കെ പറയണം. ഇപ്പോൾ പറയുന്നത് വൃത്തികെട്ട ഒരു ആഭാസമായ ഒരു പ്രയോഗമാണ്. +1 +2 ആഭാസമാണ് പ്രയോഗം. അതൊക്കെ നമ്മൾ വളരെ കാര്യമായിട്ടൊക്കെ സഹിക്കുന്നു. ഇവിടുത്തെ വളരെ വിദ്യാഭ്യാസമുള്ള വളരെ പുരോഗമന ആശയങ്ങളൊക്കെ ഉള്ള ആളുകൾ വളരെ കാര്യമായിട്ട് സഹിക്കുന്നു. പിന്നെ അതുപോലെ ട്രാൻസ്ലേഷൻ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ഭയം ഞാൻ പറയാം. നമുക്ക് ഈ വഴിയിൽ കേരളത്തിൽ ത്രൂ ഔട്ട് സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും കാണും ഒരു ബോർഡ്, കാത്തിരിപ്പ് കേന്ദ്രം. ഭീകരമാണത്. കാരണം ഇതിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെയ്യുന്ന ആൾ എഴുതി വയ്ക്കുന്നവർ ആരാ ചുമതലക്കാരെന്ന് വെച്ചാൽ അവർ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കാക്കാൻ നോക്കുകയാണ്. നമുക്കുണ്ട് ഈ പറഞ്ഞിട്ട് സംഭവം പറഞ്ഞതിൻ്റെ കൂട്ട് നമുക്കിതിന് നല്ല മനോഹരമായ പ്രയോഗങ്ങളുണ്ട്. നമ്മുടെ വാതുക്കൽ കെട്ടുന്ന ഒരു ചെറിയ മേൽക്കൂരയ്ക്ക് പോലും ഒരു പേരുണ്ട്, പടിപ്പുര എന്ന് പറയുന്നത്. നമ്മുടെ കുളിക്കാൻ പോകുന്ന സ്ഥലത്ത് കുളിപ്പുര, അങ്ങനെ നമുക്കൊരു പേരുണ്ട്, ഒരു വഴിപ്പുര. ഇതിന് അല്ല കാത്തിരിപ്പ് കേന്ദ്രം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറഞ്ഞ പക്ഷം കുറേ കാലം അവിടെയെങ്കിലും ഇരിക്കണം എന്നുള്ളതിൻ്റെ അർത്ഥമാണ്. ഒന്ന് കിടക്കാനോ ഒന്ന് മൂത്രം ഒഴിക്കാനോ ഒക്കെ ഉള്ള സൗകര്യമൊക്കെ വേണം. ഇതൊക്കെ ഒരുപാട് സൗകര്യങ്ങൾ വേണം കാത്തിരിപ്പ് കേന്ദ്രമാണെന്നുണ്ടെങ്കിൽ. ആരെയാണ് ഈ കാത്തിരിക്കുന്നത്? നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ് പറയാനാണ്. അത് ഭീകരമാണ്. അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ ഇങ്ങനെ ചെയ്യുക. അത് അങ്ങനെയുള്ള അപകടങ്ങളിലൊന്നും ഈ ട്രാൻസ്ലേഷനിൽ ഈ വിവർത്തനത്തിൽ ഉണ്ടായിട്ടില്ല. മനോഹരമായിട്ട് എഴുതി. ഞാൻ പ്രത്യേകം അദ്ദേഹം ഇവിടെ സന്നിഹിതനായിരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ എഴുതിയത് അതുപോലെ അർത്ഥം തന്നെ നല്ല വൃത്തിയായിട്ട് നല്ല ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആ ഒരു വലിയൊരു ആകാംക്ഷയായിരുന്നു മലയാളം വെർഷൻ കാണുന്നത് വരെ ഇതെങ്ങനെ ഇരിക്കും മലയാളത്തിൽ വന്നാലെന്ന്. വളരെ മനോഹരമായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും വായിക്കേണ്ടതാണ്. ഇത് നമ്മൾ ഇതുപോലെ ഇത് ഇപ്പോൾ വളരെ നിറഞ്ഞ ഒരു സദസ്സാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വളരെ നിറഞ്ഞ ഒരു സദസ്സ് വന്നത് അദ്ദേഹത്തിന് ശ്രീ കോശിക്ക് അടുപ്പമുള്ള സ്നേഹിതരാണ് ഇതെല്ലാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത സ്നേഹിതരാണ്. അങ്ങനെ ഒരു വലിയൊരു സ്നേഹ കൂട്ട് അദ്ദേഹത്തിനുണ്ട്. ഇവിടെ വേദിയിലിരിക്കുന്നവരായാലും സദസ്സിലുള്ളവരായാലും എല്ലാം അതുണ്ടാകുന്നത് വെറുതെ ഉണ്ടാകുന്നതല്ല. ഒരാളിൻ്റെ സ്വഭാവ ഗുണം കൊണ്ട്, അവരുടെ പെരുമാറ്റം കൊണ്ട്, അവരെ ജീവിതത്തിൽ ജീവിച്ച രീതി കൊണ്ട് ഒക്കെയാണ്. എനിക്ക് ഇവർ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നേരത്തെ പറഞ്ഞവരെ എൻ്റെ ജീവിതത്തിലെ വെളിച്ചം എന്നാണ് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അത്യന്തം മനോഹരമായ പ്രയോഗമാണ്. കാരണം ഞാനൊരു സ്ത്രീപക്ഷവാദിയാണ്. അതുകൊണ്ടും കൂടാണ് എനിക്കങ്ങനെ തോന്നിയത്. ശരിക്കും അങ്ങനെ പറയാൻ, അങ്ങനെ പുസ്തകം ഡെഡിക്കേഷൻ ചെയ്യാൻ പോലും തയ്യാറാകുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതൊക്കെ അദ്ദേഹത്തിൻ്റെ വളരെ നല്ല ഒരു ഉയർന്ന നന്മ നിറഞ്ഞ മനസ്സാണ്. അതിൻ്റെയൊക്കെ ഉദാത്തമായ മനസ്സാണ് അതിൽ കാണുന്നത്. അപ്പോൾ ഞാനെൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഇനിയും പലരും സംസാരിക്കാനുണ്ട്. വളരെ വളരെ സന്തോഷം. നമസ്കാരം. Thank you so much, sir.